ഇപ്പോൾ കമ്പ്യൂട്ടർ എങ്ങനെ മനുഷ്യനെ കൊല്ലും? കേരളത്തിന്റെ സൈബറിന്റെ പോലീസ് മേധാവി മനോരമ കോൺക്ലേവിൽ ഒന്ന് ബൈബിളിനകത്ത് 10 യുഗമുണ്ട്. 1 ദൂതന്മാരുടെ യുഗം, 2 നിൽക്കൽമഷ യുഗം, 3 മനസാക്ഷി യുഗം, 4 ന്യായപ്രമാണ യുഗം, 5 സങ്കലന യുഗം, 6 കൃപായുഗം. നാളെ പറഞ്ഞു തരാം. കൃപായുഗം തീരാറായി. കൃപായുഗത്തിൽ 3 സംഭവം നടക്കും. 1 ദൈവസഭ എടുക്കപ്പെടും, 2 ഒരന്തിമ യുദ്ധമുണ്ടാകും, 3 ഒരുവൻ ഭരണത്തിൽ വരും. അത് കഴിയുമ്പോൾ 4 യുഗങ്ങളുണ്ട്. ഉപദ്രവം, മഹോപദ്രവം, 1000 ആണ്ട് വാഴ്ച. അങ്ങനെയെങ്കിൽ ഞാൻ ന്യായാസനങ്ങളെ തുറന്നു. മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും ജയിച്ചവർ കുഞ്ഞാടിൻ്റെ വീണകൾ മീട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ ഒരു മൃഗം എഴുന്നേറ്റു വരും. ശ്രദ്ധയോടെ ഇരിക്കണമേ. അതിനാസ്പദമായി യേശുക്രിസ്തുവിന്റെ ഒലിവുമല പ്രഭാഷണം ബൈബിൾ കൂടെ മത്തായി സുവിശേഷം 24:3-4-5 ഇവിടെ ശ്രദ്ധ പതിപ്പിക്കണം. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിന്റെ വരവും ലോകത്തിന്റെ അവസാനത്തിനും അടയാളം. യേശു പറഞ്ഞ, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളുകയും ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ അനേക കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും എഴുന്നേറ്റ് വരും. മത്തായി 24:32-33-34 ഇതാണ് ഇന്നത്തെ ലോക സംഭവങ്ങൾ. അത്തിയെ നോക്കി ഒരു ബൊമ്മ പഠിപ്പീൻ, അതിന്റെ കൊമ്പിളതായി ഇല തളർക്കുമ്പോൾ വേനൽ അടുത്തുവല്ലോ. ഇന്ന് രാത്രി ഇസ്രയേൽ എന്ന രാഷ്ട്രം 7 രാഷ്ട്രങ്ങളുമായിട്ട് കഴിഞ്ഞ ദിവസവും ഞാൻ സൂചിപ്പിച്ചു യുദ്ധത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുക. ഇതിൻ്റെ നടുവിൽ ഒരു സംഭവം നടക്കും. എതിർ ക്രിസ്തു എഴുന്നേറ്റ് വരും. അതിനാസ്പദമായി ഒരു യുദ്ധത്തിൻ്റെ ശങ്കുലി ഇവിടെ മുഴങ്ങാൻ കാലമായി. അതിന് പറഞ്ഞു തരാം. നമ്മുടെ റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ പോലും ഇപ്പോൾ ഇവിടെ വന്നു. അങ്ങനെയെങ്കിൽ ഇവിടെ 2 വാക്ക് ശ്രദ്ധിക്കണം. 2024 കഴിഞ്ഞ ഡിസംബർ ട്രംപ് അധികാരത്തിൽ വരാൻ ശ്രമിച്ചു. ആ സമയത്താണ് ഈ പലസ്തീൻ്റെ നേതാവ് മഹ്മൂദ് അബ്ബാസ് ചെന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. സാർ, താങ്കൾ ഞങ്ങൾക്ക് മേധാവി ആയിത്തീരണം, റഷ്യ ഞങ്ങൾക്ക് മേധാവിയായി തീരണം. അതാണ് അദ്ദേഹം പറഞ്ഞത്. 2025 ടോപ്പ് മിലിറ്റൻസ് ഹമാസ് കിൽഡ് ബൈ IDF യാഗിയ സിൻബർ, ഇസ്മായിൽ ഖനിയ. അപ്പോൾ ഹമാസിൻ്റെ പോരാളികൾ റഷ്യയിൽ ചെന്നിട്ട് പറഞ്ഞു, സാർ ഞങ്ങൾക്ക് മേധാവിയായി തീരണം. ഇതാ 3-ാം ലോക മഹായുദ്ധം. ബൈബിൾ എസെക്കിയേൽ പ്രവചനം 38:7-8 ഇസ്രായേലിനെ പറ്റിയ റഷ്യ, നീ അവർക്ക് മേധാവിയായി തീരും, ഏറിയ നാൾ നീ സന്ദർശിക്കപ്പെടും. എന്താ? വാളിനൊഴിഞ്ഞു പോയതും പല ജാതികളിൽ നിന്ന് ശേഖരിക്കപ്പെട്ടതുമായ ഒരു ദേശത്തേക്ക് നീ ഒടുക്കം വന്നു ചേരും. ആ ദേശമാ നിരന്തരം ശൂന്യമായി കടന്ന ഇസ്രായേൽ പർവ്വതനിര. ഇവിടത്തേക്ക് അന്തിമ യുദ്ധം വരുന്നത്. അങ്ങനെയെങ്കിൽ കഴിഞ്ഞ ദിവസവും ഞാൻ ഈരാലുമോടും ഈ വാക്ക് തന്നെ ഒരു വാക്ക് പറയുവാനിടയായി. കഴിഞ്ഞ ദിവസങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ, എല്ലാവരും കേൾക്കണം. എന്താ? ഇന്ത്യ പാകിസ്ഥാന്റെ മണ്ണിലേക്ക് അടിക്കാൻ പോയി. വൈകിട്ട് പ്ലെയിൻ എടുത്ത് പോയതല്ല. ഈ വാക്ക് ശ്രദ്ധയോടെ. രാവിലെ ന്യൂഡൽഹിയിലെ ഇന്ത്യൻ കോൺസുലേറ്റിൽ നിന്ന് പാകിസ്ഥാൻകാർ 40 പേരെ കേട്ടിട്ട് പറഞ്ഞ്, നിങ്ങൾ സ്ഥലം വിടണം, യുദ്ധം വരാൻ പോവുക. അപ്പോൾ എന്താ ചെയ്തതെന്നറിയാമോ? ഒരു നല്ല AC ബസ്സിനകത്ത് 40 പേരെ വണ്ടി കയറ്റി വാഗ അതിർത്തിയിൽ ചെന്നു. ശ്രദ്ധയോടെ AC ബസ് അവിടെ കടന്നു. ആ സമയത്ത് ഇസ്ലാമാബാദിൽ നിന്ന് ഒരു AC ബസ് വന്നു. ഇന്ത്യൻ പാസ്പോർട്ടുള്ള 40 കോൺസുലേറ്റുമാർ. ആ സമയത്ത് ഒരു സംഭവം നടന്നു. ഈ പാകിസ്ഥാൻകാരെ അങ്ങോട്ട് കൊടുത്തു, ഇന്ത്യക്കാരെ ഇങ്ങോട്ട് മേടിച്ചു. വാഗ അതിർത്തി അടച്ചു, പതാകയും താർത്തു. വൈകിട്ട് 6:30 ആയപ്പോൾ മിഗും മിറാഷും റാവൽപിണ്ടി, കറാച്ചി, ഇസ്ലാമാബാദ്. അതിൻ്റെ പേര് ഓപ്പറേഷൻ സിന്ദൂർ. അങ്ങനെയെങ്കിൽ ഇവിടെ ഒരു 3-ാം ലോക മഹായുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു കൈമാറ്റം നടക്ക്. ആ കൈമാറ്റത്തിൻ്റെ പേര് യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എൻ്റെ ഭക്തന്മാരെ എൻ്റെ അടുക്കൽ കൂട്ടുവാ. 10,000 പേരിൽ സുന്ദരനായി കാന്തൻ മധ്യാകാശത്തിൽ വരും. അതൊരു ഓപ്പറേഷൻ നേടില്ലെങ്കിൽ ഇവിടെ ഒരു ഓപ്പറേഷൻ നടക്കാൻ പോകുന്നു. രക്ഷിക്കപ്പെട്ട ദൈവകുഞ്ഞുങ്ങളെ ചേർക്കുവാൻ കാന്തൻ മധ്യാകാശത്തിൽ വരാറായി. അങ്ങനെയെങ്കിൽ വരാൻ പോകുന്നത് എതിർ ക്രിസ്തുവിന്റെ ഭരണമാണ്. ഒരുവന്റെ കയ്യിൽ ലോകം കൊടുക്കും. ഇനി ഇവിടെ നിങ്ങൾ ചിന്തിക്കണം. ഇന്നത്തെ കാലാവസ്ഥാ വ്യതിയാനം, കറൻസി, ലോകരാഷ്ട്രങ്ങളുടെ വിഷയങ്ങൾ, ഇതെല്ലാം ആര് കൈകാര്യം ചെയ്യും? അതിനുവേണ്ടി ഒരുവൻ ലോകത്തിൽ വരും. അവന്റെ പേരാ മൃഗം. അതിനാസ്പദമായി ഇന്നലെയും വെളിപ്പാട്. അതിന് ബൈബിളിനകത്ത് വായിക്കാം. ദാനിയേൽ പ്രവചനം എടുത്താട്ടെ. ഒരുവന്റെ കയ്യിൽ ഭരണം വരുമോ? കുഞ്ഞെടുത്താട്ടെ. ദാനിയേൽ പ്രവചനം 8-ാം അധ്യായം അതിൻ്റെ 23, 24, 25 ന്യൂ വേ വേൾഡ് ഓർഡർ. ഇനി വളരെ സാവധാനത്തിൽ, എല്ലാ സയൻസ്, അതുകൊണ്ട് വളരെ പതിയെ പോകും. ന്യൂ വേ വേൾഡ് ഓർഡർ. കുഞ്ഞു വായിക്കാം. ദാനിയേൽ 8, 23, 24, 25 വായിക്കാം. അവരുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത്, ഇന്നത്തെ ഭരണാധികാരികളുടെ രാജ്യത്വത്തിന്റെ അന്ത്യകാലത്ത്, അതിക്രമക്കാരുടെ അതിക്രമം തികയുമ്പോൾ, ഭരണാധികാരികളുടെ അതിക്രമം തികയുമ്പോൾ, ഉഗ്രഭാവവും ഉപായ
നയബുദ്ധിയുമുള്ള ഒരു രാജാവ് എഴുന്നേൽക്കും. ഇവനാ വരാൻ പോകുന്ന മൃഗം, ബീസ്റ്റ്. ഇതാ വരുന്നു, ഒരു രാജാവ് എഴുന്നേൽക്കും. അടുത്തത്, അവന്റെ അധികാരം വലുതായിരിക്കും. അതാ ഞാൻ ഇന്നലെ പറഞ്ഞ ഇന്റർനെറ്റ് വഴി അവൻ ലോകം ഭരിക്കും. അതിന്റെ ബാക്കി ഭാഗം എന്ന് പറയും. അടുത്തത്, സ്വന്തം ശക്തിയാലല്ല താനും പിശാച് അവന്റെ ശക്തി കൊടുക്കും. അടുത്തത്, അവൻ അതിശയമാവണ്ണം നാശം പ്രവർത്തിക്കുകയും കൃതാർത്ഥനായി അതനുഷ്ഠിക്കുകയും പലരെയും വിശുദ്ധ ജനത്തെയും നശിപ്പിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ഭരണാധികാരി അത്തി തളിർത്തു കൊമ്പിളതായി. ഇതെല്ലാം മഞ്ചങ്കോട ദൈവമക്കൾ കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ മൃഗം ഭരണത്തിൽ വരാൻ പോകുന്നു. അടുത്ത വാക്ക് വായിക്കാം. അവൻ നയബുദ്ധിയാൽ എല്ലാവരെയും കയ്യിലാക്കും. അതുകൊണ്ടാണ് ഇന്നലെ മതത്തിന്റെ കാര്യം, ജാതിയുടെ കാര്യം എല്ലാം ഞാൻ ഇന്നലെ പറഞ്ഞു. നയബുദ്ധിയാൽ തന്റെ ഉപായം സാധിപ്പിക്കുകയും സ്വഹൃദയത്തിൽ വമ്പ് ഭാവിച്ച് സ്വച്ഛിന്തയോടെ ഇരിക്കുന്ന പലരെയും നശിപ്പിക്കുകയും മതി. എല്ലാവരെയും നശിപ്പിച്ച് കളയുന്ന ഒരു ഭരണാധികാരി ഇവിടെ വരാറായി. ഇന്നലെ രാത്രി ഒരു കാര്യം പറഞ്ഞു. ഒന്നാമത്തെ മൃഗം സമുദ്രത്തിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. ഇവിടെ തൊട്ട് സമാധാനത്തോടെ ചിന്ത. സ്പീഡിൽ പോയാൽ നിങ്ങൾക്ക് വെളിപ്പാട് കിട്ടത്തില്ല. അതുകൊണ്ട് സ്വർഗത്തിന് 3 ഘടകമുണ്ട്. പിതാവായ ദൈവം, പുത്രനായ ക്രിസ്തു, കാര്യസ്ഥൻ പരിശുദ്ധാത്മാവ്. സാത്താന് 3 ഘടകമുണ്ട്. 1 സാത്താൻ, 2 എതിർ ക്രിസ്തു, 3 കള്ളപ്രവാചകൻ. ദാ വരുന്നു വെളിപ്പാട് 13:11. കുഞ്ഞു വായിച്ചയുടെ 2-ാം മൃഗം വായിക്കാട്ടെ. മറ്റൊരു മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. 1-ാം മൃഗം സമുദ്രം, 2-ാം മൃഗം ഭൂമിയിൽ നിന്ന് കയറുന്നത് ഞാൻ കണ്ടു. അതിന് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. മതി. കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. മലയാളം 1 ലോക ജനതയോട് അവൻ ഐക്യപ്പെടും. അടുത്തത് 2 രാഷ്ട്രീയക്കാരോടും മതക്കാരോടും ഐക്യപ്പെടും. ഇതുകൊണ്ട് കുഞ്ഞാടിനുള്ളതുപോലെ 2 കൊമ്പുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ മൃഗത്തിന്റെ 1-ാം ഭാഗം ഇന്നലെ ഞാൻ സംസാരിച്ചു. ഇന്ന് രാത്രി 2-ാം ഭാഗത്തിന്റെ 2 തലങ്ങൾ പറയുമ്പോൾ രാത്രി അവസാനിക്കും. അങ്ങനെയെങ്കിൽ മൃഗത്തിന്റെ പ്രതിമ വരും, അഥവാ റോബോട്ട് എഴുന്നേറ്റ് വരും. ഇതാ ഇന്ന് രാത്രി വരാൻ പോകുന്ന സംഭവങ്ങളുടെ നിറവിൽ നാം ചിന്തിക്കുന്നത്. വായിക്കാം വെളിപ്പാട് പുസ്തകം. ഇനിയുള്ള കാര്യങ്ങളെല്ലാം സമാധാനത്തിൽ കേൾക്കണം, സ്പീഡ് പോകത്തില്ല. വെളിപ്പാട് 13:15 വായിച്ചാട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കേണ്ടതിനും അവിടെ നിൽക്കട്ടെ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കുക. എല്ലാവരും കേൾക്കണം. ഒരു 10 വർഷം മുമ്പ് ഞാൻ ചെമ്പൂരോ വെള്ളറടയിലോ വന്ന്, എല്ലാവരും ഇത് കണ്ടോണം, വേറെ നോട്ട്സ് തരാം. ഞാൻ പറയാം റോബോട്ട് സംസാരിക്കുമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ പാസ്റ്ററിന് എന്തോ പറ്റിയെന്ന് പറയും. 2018 സൗദിയിൽ നിന്നൊരു പെൺകുട്ടി വന്നു. മേരാ നാം സോഫിയ, നമസ്തേ ഇന്ത്യ. റോബോട്ട് മനസ്സിലാകുന്നവർക്കായി. 2 സോഫിയ ചാറ്റ് GPT ഗ്രോക്ക്. ദാണ്ട് അവൾ സാരി ഉടുത്തു. ഇന്ന് പ്രത്യേകമായി നമ്മുടെ മൊബൈലിലെ OP മെറ്റ ഫേസ്ബുക്ക് പോലെ അവൾക്കൊരു പ്രത്യേക ബുദ്ധിയും കിട്ടിക്കഴിഞ്ഞു. ചാറ്റ് GPT ഗ്രോക്ക്. 2 3 സൗദി പൗരത്വം നേടി സോഫിയ. സൗദിക്കാർ പാസ്പോർട്ട് കൊടുത്തു. ചെമ്പൂര സോമൻ ചേട്ട 25 വർഷം കല്ല് ചുമന്നിട്ട് പാസ്പോർട്ട് കൊടുത്തു. ഒരു ഇക്കാമ പോലെ സൗദിക്കാർ കൊടുത്തില്ല. മനസ്സിലാക്കുന്നവർക്കായി ദാ കിടക്കുന്ന സൗദി പൗരത്വം റോബോട്ടിന്. 4-ാമത്തെ കാര്യം, സാരിക്കാരിയായി സോഫിയ റോബോട്ട് മുംബൈയിൽ വീണ്ടും വന്നു. ചെറുപ്പക്കാർ ചോദിച്ചു എന്താ ആഗ്രഹം? കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ട് റോബോട്ടിന്. കലികാലം മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ദാണ്ട് തിരുവനന്തപുരം ജില്ല പിള്ളേർ ഇതൊക്കെ കാണണം. വട്ടിയൂർക്കാവ് വ്യോമമിത്ര, ഒരു പെൺകുട്ടിയെ വട്ടിയൂർക്കാവ് നെട്ടയത്തെന്ന് ISR ലഭിച്ചു. അവൾ ഇന്ന് ബാംഗ്ലൂരിൽ ശാസ്ത്രജ്ഞന്മാരുമായിട്ട് സംവദിക്കുന്നു. അതിന്റെ അർത്ഥം മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. ഇന്ന് രാത്രി ഇതാ ഞങ്ങളുടെ ബൈബിൾ. കമ്പ്യൂട്ടറില്ല, ഇന്റർനെറ്റ് ഇല്ല, 4G ഇല്ല, 5G ഇല്ല, ഇവിടെ സാറ്റലൈറ്റ് ഇല്ല, മൊബൈൽ ഇല്ല, ഇൻസ്റ്റാഗ്രാമില്ല, ഒരു മണ്ണാങ്കട്ടയില്ല. എന്നാൽ 2000 കൊല്ലങ്ങൾക്ക് മുമ്പ് പത്മോസിന്റെ ഏകാന്തതയും ഒരപ്പച്ചൻ കടന്നപ്പോൾ സ്വർഗം പറഞ്ഞു എഴുതിക്കോ കുഞ്ഞ്, റോബോട്ട് സംസാരിക്കും. ഓൺലൈനിൽ നാട്ടുകാരും വീട്ടുകാരും കേൾക്കുന്നവരെ പ്രസംഗിക്കുന്നവൻ മാറ്, പ്രവാചകൻ വീഴും, ഉപദേശി പട്ടുപോകും. എന്നാൽ ഞങ്ങളുടെ കരങ്ങളിലിരിക്കുന്ന വചനത്തിന് യാതൊരു മാറ്റവുമില്ല. ഇത് ഉയർത്തുന്നവൻ ഭാഗ്യവാ, ഇത് പ്രസംഗിക്കുന്നവൻ ഭാഗ്യവാ, ഇത് ഉയർത്തുന്നവന്റെ തലമുറ എൻ്റെ ദൈവത്താൽ മാനിക്കപ്പെടും. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. 2 ഇവിടെ മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരൊക്കെയും കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അതിന് ബലം ലഭിച്ചു. ഇതിന്റെ പേരാ ബ്ലൂ ബ്രൈറ്റ്. ഇവിടെ നല്ലൊരു ചിന്തയാ. യോഹന്നാൻ 16:2 മോളെ ഞാൻ പറയുമ്പോൾ ഒന്ന് വായിച്ച് സഹായിക്കണം. ഞാൻ മറന്നുപോയ വാക്യ. മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിന്റെ പ്രതിമയെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവൻ അധികാരം ലഭിച്ചു. അതിന്റെ പേരാ AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതിനാസ്പദമായി ബ്ലൂ ബ്രൈൻ. ഇനിയുള്ള കാര്യങ്ങൾ നിങ്ങൾ കേൾക്കണം. ഈ സോഫിയ ഉണ്ടാക്കിയ ശാസ്ത്രജ്ഞന്റെ പേരാ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ജെഫ്രി ഹിൻഡൻ. അദ്ദേഹം എവിടെ പോയെന്നറിയാമോ? ഇപ്പം കാനഡയിൽ പോയി അദ്ദേഹം വീട്ടിലിരിക്കുക.
കഴിഞ്ഞ ദിവസം പത്രക്കാർ ചോദിച്ചു, സാർ എന്താ ഇപ്പോൾ റോബോട്ടുമായിട്ട് സമ്മതിക്കാത്തതെന്ന്. അപ്പോൾ പറയാം, കട്ടകാലത്തിന് എന്നെ കയറി കൊല്ലുമെന്ന് മനസ്സിലാക്കുന്നവർക്കായി. റോബോട്ടിന് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടാണ് അവൻ ജെഫ്രി ഹിൻഡൻ പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകാർക്ക് അറിയാം, ഇന്ന് കാനഡയിൽ പോയി ഒളിച്ചിരിക്കുന്നു റോബോട്ടിനെ ഉണ്ടാക്കിയ. അങ്ങനെയെങ്കിൽ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുമോ? ബ്ലൂ പറയും മനസ്സിലാകുന്നവർക്കായി. സാത്താൻ്റെ ഇഷ്ടം എന്താ? അവൻ്റെ ഇഷ്ടം ആരാധന. ഇവിടെ ഞാൻ തിരുവനന്തപുരത്തേക്ക് മടങ്ങി വരാൻ പോവുക, എല്ലാവരും കേൾക്കണം. എന്താണെന്നറിയാമോ? ശദ്രക്ക്, മേശക്ക്, അബേദ്നെഗോഗ് ഈ ദുരാസു സമഭൂമിയിൽ കൊണ്ടുപോയപ്പോൾ നെബൂഖദ്നേസർ സ്വോത്രകാഴ്ചയല്ല മേടിച്ചത്. എല്ലാവരും കേൾക്കണം, ഇവിടെ കിളിയൂരോട്ട് വരുക. സ്വോത്രകാഴ്ചയല്ല മേടിച്ചത്. എന്താ മേടിച്ചതെന്നറിയാമോ? നെബൂഖദ്നേസർ പറഞ്ഞു, ഒന്ന് വണങ്ങിയേക്കാൻ. നമ്പർ 1. 2, യേശുവിന് ഉയർന്ന മലയിൽ കൊണ്ടുപോയി പിശാച് ബൈനോക്കുലറിൽ കാണിച്ച് യേശുവിനോടൊന്ന് വണങ്ങിയേക്കാൻ പറഞ്ഞു. സാത്താൻ്റെ ഇഷ്ടം ആരാധന. ഒന്നുകൂടെ പറഞ്ഞുതരാം. ഈ സാത്താന് മനുഷ്യനെ കൊല്ലാൻ കഴിയത്തില്ല, അതുകൊണ്ട് ഏത് രീതിയിലും മനുഷ്യനെ കൊല്ലിക്കും. നമ്പർ 1 ഇതിൻ്റെ കാര്യം ഇന്നലെ ഞാൻ പറഞ്ഞ സാത്താൻ ആരാധന. നമ്പർ 1 തിരുവനന്തപുരം. കേട്ടോണം എല്ലാവരും കേട്ടോണം. തിരുവനന്തപുരം പാളയം MM ചർച്ച്, കാടൽ ജിൻസൺ രാജ. അവൻ പോയത് അപ്പൻ പ്രൊഫസർ, അമ്മ ഡോക്ടർ, സഹോദരി കരോലിൻ, വീട്ടിലൊരു വേലക്കാരി. ഓസ്ട്രേലിയയിലും റഷ്യയിലും പഠിക്കാൻ പോയി, പഠനം ഉപേക്ഷിച്ചു, സാത്താനെ ആരാധിക്കുന്നവനായി ഇവിടെ വന്നു. 2ാം നിലയിൽ ഒരു റൂം സെറ്റ് ചെയ്തു. രാത്രി മാത്രം പേരൂർക്കടയും കവടിയാറിൽ കൂടെ ബുള്ളറ്റിനകത്ത് പോകും, പകൽ വീട്ടിലിരിക്കും, റൂമിൽ ആരെയും കയറ്റിയല്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു ദിവസം 4 പേരെയും തൂണോട് കെട്ടിയിട്ടു. എന്നിട്ട് ഓരോരുത്തരെ കൊണ്ടുപോയി കൊന്നു. പേരൂർക്കട പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അഴിച്ച് അവനെ പച്ചയ്ക്ക് കൊന്നു കളഞ്ഞു. ആരാ? കാടൽ ജിൻസൺ രാജ. കേട്ടോണം. അവന് തിരുവനന്തപുരത്ത് കവടിയാറിൽ സുന്ദരമായൊരു വീടുണ്ട്. അത് കഴിഞ്ഞിട്ട് 6 കാണി 10 കാണി അവിടെ ഒരു 14 ഏക്കർ റബ്ബറും തോട്ടമുണ്ട്. ഞാനവിടെ പ്രസംഗിക്കാൻ പോയപ്പോൾ അവിടെ ആൾക്കാർ കാണിച്ച് ഈ കാടൽ ജിൻസൺ രാജയുടെ വീട്ടുകാരെ തോട്ടം മുഴുവൻ. എന്തിനവൻ കൊന്നു? ഇവിടുത്തെ പോലീസ് അധികാരികൾ അവർ പറയുന്നതൊന്നും ഞങ്ങൾ അംഗീകരിക്കേണ്ട കാര്യമില്ലല്ലോ. അവർ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അവനെന്തോ മാനസിക രോഗമാണ്, ഒരു മണ്ണാങ്കട്ടയില്ല. ഇപ്പോൾ ഇവിടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന അജിയുണ്ട്. അവൻ തിരുവനന്തപുരം ജയിലിൽ താൽക്കാലികമായിട്ട് ജയിലിനകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്വോത്രം. അപ്പോൾ അവൻ കണ്ടു കാടൽ ജിൻസൺ രാജ പേപ്പറും വായിക്കുന്ന ടിവിയും കാണുന്നു. മാനസിക രോഗി അങ്ങനെ പേപ്പർ വായിക്കുന്ന TV കാണുന്നു. സ്വോത്രം. ഇത് തെളിവിന് വേണ്ടിയാണ് പറഞ്ഞത്. ചിലർ പറഞ്ഞാൽ ഉണ്ടാക്കി പറയുമെന്ന്. സ്വോത്രം. തിരുവനന്തപുരത്ത് പിന്നെ 4-ാം ചിറയ്ക്കടുത്ത് ചെമ്പക ലീക്കോൾ പറഞ്ഞുതരാം. അവിടെ 3 അധ്യാപകർ, അതിൽ 2 ആര്യ ടീച്ചർ, ദേവി ടീച്ചർ മനസ്സിലാകുന്നവർക്കായി. കോട്ടയത്ത് പാമ്പാടിക്കാരൻ നവീൻ. തിരുവനന്തപുരത്ത് ഞെട്ടിച്ച കാര്യങ്ങളായി പറയുന്നത്. എന്താ സംഭവിച്ചതെന്നറിയാമോ? ആര്യൻ ദേവിയും വലിയ സ്നേഹമായിരുന്നു. 2 വർഷത്തിന് പിറകിൽ ആര്യയുടെ കല്യാണം ഉറച്ചു. വട്ടിയൂർക്കാവിൽ ഒരു അച്ഛൻ്റെ മകളായി ആര്യ, ലാറ്റക്സ് ജോലിയുള്ള. അപ്പം മാർച്ച് മാസത്തെ സ്കൂൾ അടച്ചു. ഇവർ ഏപ്രിൽ പോവുക. ഓഗസ്റ്റിൽ കല്യാണം, മന്ത്രകൂടി മിന്നുമൊക്കെ എടുത്തു. ആര്യൻ ദേവി ടീച്ചർ ജർമ്മൻ പഠിപ്പിക്കുന്നു, ആര്യ ഫ്രഞ്ച് പഠിപ്പിക്കുന്നു. ഈ ദേവി ടീച്ചറുടെ കൂടെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ ആയുർവേദ മെഡിസിൻ നടത്തിയവന നവീൻ. ഇവർ 3 സാത്താനെ ആരാധിക്കാൻ പോകുന്നവരാ. ഏപ്രിൽ മാസത്തിൽ നേരെ അരുണാചൽ പ്രദേശിൽ പോയി. അവിടെ റൂം എടുത്തു. 6 ദിവസം കഴിഞ്ഞപ്പോൾ സാത്താൻ ഗ്രൂപ്പുകാട്ടുകാർ സമ്മതിച്ചു. അവർ പറഞ്ഞു, ഇവിടെ വെച്ച് മരിച്ചാൽ യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റതുപോലെ അന്യഗ്രഹങ്ങളിൽ ഉയർത്തെഴുന്നേൽക്കും. ബാക്കി ഇവിടെ കേൾക്കണം. ആദ്യം ആര്യയെ കൊന്നു, ശരീരത്തിനകത്ത് 666 വരച്ചു. അത് കഴിഞ്ഞ് 8-ാം ദിവസം തൻ്റെ ഭാര്യ ദേവിയെ കൊന്നു, ശരീരത്തിനകത്ത് 666 വരച്ചു. 10-ാം ദിവസം ഇവൻ തന്നെ കെട്ടിത്തൂങ്ങുന്നതിന് വിട്ട് കാലയിൽ 666. 3 ദിവസം കഴിഞ്ഞപ്പോൾ വാട വന്നു. അരുണാചൽ പ്രദേശ് പോലീസ് വന്നു. 3 മരിച്ചു. തിരുവനന്തപുരത്ത് ഇൻക്വസ്റ്റ്, പോലീസിൽ ജോലിയുള്ളവർക്കറിയാം ഇൻക്വസ്റ്റ് എന്നൊരു പരിപാടിയുണ്ട്. അത് തയ്യാറാക്കാൻ തിരുവനന്തപുരത്ത് ഡെഡ് ബോഡി വന്നപ്പോൾ അവർ നോക്കിയപ്പോൾ എഴുതിയിരിക്കുന്നു 666. ഇത് സജു ചാത്തന്നൂരല്ല, ഏഷ്യാനെറ്റിന്റെ FIR-നകത്ത് ആര്യ ദേവി, അത് കഴിഞ്ഞ ആര്യ, പാമ്പാടിക്കാരൻ നവീൻ. തീർന്നില്ല. കിളിയൂർ, നിങ്ങളുടെ തൊട്ടടുത്ത് സ്വോത്രം. കിളിയൂരിൽ ജോസേട്ടൻ, നല്ല മനുഷ്യൻ. അവിടെ ഇരിക്കുന്നു. ദേവനേശൻ പാസ്റ്ററൊക്കെ ഉണ്ട്. ഞാൻ ഈ കിളിയൂരും മണ്ണാങ്കോണവും എല്ലാം പ്രസംഗിച്ചപ്പോൾ ആ പാവപ്പെട്ട ചയമെന്ന് പ്രസംഗം കേട്ട നല്ലൊരു മനുഷ്യനാണ്. അവിടുത്തെ JS പെന്തക്കോസ് ദൈവസഭയ്ക്ക് വേണ്ടി താങ്ങി നിന്നൊരു മനുഷ്യനാണ്. ആള് മരിച്ചാലും ചെയ്തത് പറയണം. സ്വോത്രം. ഇന്നത്തെ പാസ്റ്റർമാർ പലരും പറയത്തില്ല. അവിടെ ഒരു നല്ല ആലയം വരാൻ വേണ്ടി ആ മനുഷ്യൻ ഇടുപ്പിൽ നിന്നൊരു മനുഷ്യനാണ് ജോസച്ചായൻ. സ്വോത്രം. എൻ്റെ പ്രശ്നം കേൾക്കാൻ നാണ്ട് അച്ചായിരിക്കുന്നല്ലേ, നാണ്ട് മോളിരിക്കുന്നല്ലേ എന്ന് കേട്ടതാ. ഇവിടെ എല്ലാവരും കേട്ടോട്ടെ. അദ്ദേഹത്തിൻ്റെ മകനായിരുന്നു പ്രജിൻ. നിങ്ങൾക്കറിയത്തില്ല. സ്വോത്രം. അവനെന്താ, അപ്പനെ കൊന്നു, അമ്മ ഒരു വാക്ക് പറഞ്ഞ് കിട്ടിയിരുന്ന എന്നെയും കൊന്നേനെന്ന് മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. ആരാണ്ടൊക്കെ പറഞ്ഞ് കുടുംബകലകമാണ്. കുടുംബകലകമൊന്നുമല്ല, അവനെ പഠിക്കാൻ വിട്ടതാ. ഈ പ്രജിന് പഠിക്കാൻ വിട്ടപ്പോൾ അവനൊരു കാര്യം ചെയ്തു. സാത്താനെ ആരാധിക്കുന്നവരുടെ കൂട്ടുകെട്ടിൽ അവൻ വീണുപോയി. എന്താ സംഭവിച്ചത്? അവൻ്റെ വീട്ടിനകത്ത് 2 ലാപ്ടോപ്പ് 2 ക്യാമറയും സെറ്റ് ചെയ്തു. എന്നിട്ട് ഇവർ പറയുന്നൊരു പഠിപ്പീരുണ്ട്,
മനുഷ്യനെ കൊന്നാൽ സ്വർഗത്തിൽ പോകാം. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് പല കാര്യങ്ങളിലും ജോസേട്ടനുമായിട്ട് അവൻ വഴക്കുണ്ടായിരുന്നു. ഒരു രാത്രി എന്താ ചെയ്ത് നിങ്ങൾക്കറിയത്തില്ല. അവൻ എന്താ ചെയ്തതെന്നറിയാം? 28 കുത്ത, എനിക്ക് പറയുന്നതിന് ഒരു മടിയില്ല, 28 കുത്ത ജോസേട്ടനെ കുത്തിയിട്ട് കിളിയൂരിൽ നിന്ന് സുന്ദരമായിട്ട് നടന്ന് വെള്ളറയുടെ പോലീസ് സ്റ്റേഷൻ ചെന്ന് സിയുടെ മുമ്പിൽ കത്തിവെച്ചു. സ്വോത്രം! എത്ര ധൈര്യത്തോട് രാഷ്ട്രീയക്കാരനായാലും പോലും അവൻ ജീവനം കൊണ്ട് സ്ഥലം വിടും. ആ CI വല്ലാതെ ഞെട്ടിപ്പോയെന്നാ പറയുന്നത് അവൻ്റെ വാക്ക് കേട്ടിട്ട്. സ്വോത്രം! അവർ വിചാരിച്ച് കുടുംബ കൊലപാതകമാണ്. പക്ഷെ ഒരു കാര്യം അവർ ചെയ്തു, ഇമ്മീഡിയറ്റ് ആയിട്ട് അവർ റൂം ചെക്ക് ചെയ്തു. റൂം ചെക്ക് ചെയ്തപ്പോൾ അവർക്ക് കാര്യം മുഴുവൻ പിടികിട്ടി. ഇവൻ സാത്താനെ ആരാധിക്കുന്നവൻ. തിരുവനന്തപുരം ജില്ലയിൽ നിങ്ങളുടെ തൊട്ടടുത്ത് കിളിയൂരിൽ പഠിക്കാൻ വിട്ട പ്രജിത്ത് മടങ്ങി വന്നിട്ട് പിന്നെ എറണാകുളത്ത് സാത്താനെ ആരാധിക്കാൻ പോയവൻ സ്വന്തം പിതാവിനെ വകവരുത്തി കളഞ്ഞു. മനസ്സിലാകുന്നവർക്കായി. സാത്താന് മനുഷ്യനെ കൊല്ലുവാൻ കഴിയത്തില്ല. അവൻ മനുഷ്യനെ പലരെ കയ്യിലെടുത്ത് കൊല്ലും. ബൈബിൾ അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നു. തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിയാൽ അധർമ്മമൂർത്തി വെളിപ്പെടാറാണ്. അതുകൊണ്ട് സാവധാനം പറയുന്നത്. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ മനുഷ്യനെ കൊന്നാൽ എന്തെങ്കിലും കിട്ടുമെന്ന്? യോഹന്നാൻ 16:2. ഇതാ സാത്താൻ കൂട്ടക്കാരെ പഠിപ്പീര്. കുഞ്ഞൊന്ന് വായിച്ചോട്ടെ. യോഹന്നാൻ 16:2. അവർ നിങ്ങളുടെ പല്ലി ഭ്രഷ്ടന്മാരാക്കും. ഇപ്പൊ ഓസ്ട്രേലിയ കണ്ടില്ലേ? സന്തോഷമില്ലല്ലോ? സ്വോത്രം! ഒരപ്പന് മോനോട് 16 ദൈവദാസന്മാരോട് ഞാൻ പറയുക, അപ്പത്തിനായിട്ടുള്ള വിശപ്പല്ല, വെള്ളത്തിനായിട്ടുള്ള ദാഹമല്ല. ഓസ്ട്രേലിയയിൽ ആരാധനകൾ, പള്ളികൾ പൂട്ടാൻ തുടങ്ങുന്നു. സ്വോത്രം! അവർക്ക് സെക്യൂരിറ്റി കൊടുക്കാൻ പറ്റത്തില്ല. കൂട്ടപ്പം പാസ്റ്റേ, ആരാ തോക്കും വടിയായിട്ട് വരുന്നത്? സ്വോത്രം! അവർ നിങ്ങളെ പള്ളി ഭ്രഷ്ടരാക്കും. പള്ളികളെല്ലാം പൂട്ടും. കൊലപാതകം നടക്കുന്നെന്ന് പറഞ്ഞാൽ വല്ലവരും വരുമോ? അടുത്തതല്ല, നിങ്ങളെ കൊല്ലുന്നവർ. അത്രയുമല്ല, നിങ്ങളെ കൊല്ലുന്നവൻ എല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന് വിചാരിക്കുന്ന നാഴിക വരും. മതി മോളെ. അതുകൊണ്ട് ആ പ്രജൻ കിളിയൂരി ഒറ്റ പോക്ക് പോയിട്ട് പറഞ്ഞ് അപ്പനെ കൊന്നു. നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കും. ബാക്കി ജില്ലകളെ ഞാൻ എടുക്കുന്നില്ല. ഞാനടക്കം ഇപ്പോൾ നിൽക്കുന്ന തിരുവനന്തപുരം ജില്ലകളിൽ നടക്കുന്ന ഒരു കാലം. ഇതുകൊണ്ട് ഞാൻ ഉണർവിൽ അങ്ങോട്ട് പോകുന്നില്ല. ഇന്ന് രാത്രി അപ്പം വിചാരിക്കും മക്കളെ പഠിക്കാൻ വിടണ്ടെന്ന്. സ്വോത്രം! നിങ്ങൾ സൺ എഞ്ചിനീയറിംഗ് കോളേജിലോ അണ്ണയിലോ കാട്ടാക്കട ക്രിസ്ത്യൻകളോ വെള്ളറുടെ UITയിലോ കാരക്കോണത്തോ വിട്. പക്ഷേ നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഡിപ്പോസിറ്റ് അനവധി സീനിയർ ദൈവദാസന്മാരിരിക്കുന്നു, പുറകിൽ ദൈവദാസന്മാരിരിക്കുന്നു. കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഡിപ്പോസിറ്റ് വീടും കാറും ഒന്നുമല്ല. സ്വോത്രം! അമ്പൂരിയിലെ തോട്ടമൊന്നും അല്ല. ഇതൊക്കെ പോ. മക്കൾക്ക് വേണ്ടിയുള്ള ഏറ്റവും നല്ല ഡിപ്പോസിറ്റ് പ്രാർത്ഥനയാണ്. മനസ്സിലാകുന്നവർക്കായി ഒരു കാര്യം കൂടെ പറയാം. സമയം 2 മിനിറ്റ് എടുത്താലും കേൾക്കണം. ഇതുപോലൊരു സമയം. കേരളത്തിൽ ഏറ്റവും നല്ല അയില കിട്ടുന്ന ഒരു സ്ഥലമുണ്ട്, പൂവാറിനടുത്ത് പഴവഞ്ചാൽ. സന്തോഷമില്ലല്ലോ? സ്വോത്രം! പൂവാറിലെ കണക്ക് അയില കിട്ടുന്ന നല്ലൊരു സ്ഥലമില്ല. പൂവാറ് പഴവഞ്ചാലും ഉച്ചക്കടയും ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ അവിടുത്തെ ചെറുപ്പക്കാരോട് റെമോനെ ഷുഗർ ഉണ്ടായാലും വേണ്ടിയല്ല 2 അയില പൊരിച്ചുകൊണ്ട് വരാം. സന്തോഷമില്ലല്ലോ? കാസർഗോഡ് പോയിട്ടും ഇതുപോലുള്ള അയില കിട്ടത്തില്ല. സ്വോത്രം! ഈ അയില കിടക്കുന്ന പൂവാറിലെ കടൽ വെള്ളത്തിലാണ്. വീട്ടിൽ ചിന്നമ്മ സിസ്റ്റർ കൊണ്ടുവന്ന് ഉപ്പൂടെ ചേർത്തില്ല, ഞങ്ങൾക്ക് വായി വെക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നവന്റെ തലമുറ ഏത് കടലിനകത്ത് വീണാലും കടലിനകത്തൊരു ഉപ്പുണ്ട്, അത് അവൻ്റെ അകത്ത് കയറരുത്. മനസ്സിലാകുന്നവർക്കായി. അത് കയറാതിരിക്കാൻ ദൈവസഭക്കാർക്കൊരു പ്രത്യേകതയുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ സഭായോഗം ഉള്ളതാണ്. എല്ലാ ദൈവദാസന്മാരും ഇട്ടിരിക്കുന്ന പുറകിൽ ഒരുക്കുന്നു. സഭയിൽ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി 5 മിനിറ്റ് പ്രാർത്ഥിക്കണം. കരം ഉയരുന്നില്ലല്ലോ? സ്വോത്രം! പാസ്റ്റർ പറയും സമയമില്ലെന്ന്. പാസ്റ്ററിന് എന്താ 5 മിനിറ്റ് എടുത്താൽ വല്ല കുഴപ്പമുണ്ടോ? എഴുന്നേറ്റ് എന്ന് കുഞ്ഞുങ്ങളെല്ലാം എഴുന്നേറ്റ് കരം നീട്ടി പ്രാർത്ഥിക്കണം. ഈ മക്കളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ദുഷ്ടന്റെ കൂട്ടുകെട്ടിൽ വീഴരുത്. പരിശുദ്ധാത്മ ശക്തിയിൽ നിറയണം. അത് മാത്രമല്ല, ഇന്ന് രാത്രി സാത്താന്റെ കൂട്ടുകാർ നമ്മുടെ കുഞ്ഞുങ്ങളെ പിടിക്കാതിരിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കത് മറ്റൊരു കാര്യം വേണം. അതിൻ്റെ പേര് അഭിഷേകത്തോടെ അവർ ആരാധിക്കണം. കരമുയർത്തുന്നവർക്കായി ശബരമ ശൗഡല ശന്തര. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്ന അഭിഷേകത്തോടെ കുഞ്ഞുങ്ങൾ. വി നീഡ് എ ജനറേഷൻ. ഇന്ന് രാത്രി എനിക്ക് അതേ സന്തോഷം. ഞങ്ങളൊക്കെ എപ്പോൾ വീഴുമെന്ന് അറിയത്തില്ല. സന്തോഷമില്ലല്ലോ? സ്വോത്രം! അതുകൊണ്ട് ചെറുപ്പക്കാരോട് നമ്മൾ പറയുന്ന കരമടിച്ച് ആരാധിക്കുക എന്നാലേ ഒരു തണുത്തിരിക്കുക. മനസ്സിലാക്കുന്നവർക്ക് ആ സ്വോത്രം. പെൺപിള്ളേരോട് പറയുന്ന കരമടിച്ച് ആരാധിക്കുക. സ്വോത്രം! സന്തോഷമില്ലല്ലോ? സ്വോത്രം! കുഞ്ഞെ, നീ നിന്ന് കൊടുത്താൽ മതി, കർത്താവ് നിന്നെ അനുഗ്രഹിക്കും. നീ ദൈവവചനം തുറന്നാൽ മതി. സ്വോത്രം! 13 പേരടക്കി ഞാൻ പ്രസംഗിച്ചിറങ്ങിയതാ. എൻ്റെ ആദ്യമകാലത്തെ ശുശ്രൂഷൻ്റെ കൂടെ എന്ന കുട്ടമ്മ ഭാഷണക്കാർ അറിയാം. സ്വോത്രം! ദേവനേശൻ ഭാഷക്കാർ അറിയാം. വലിയ ഡോക്ടറേറ്റ് ഒന്നുമല്ല. ദൈവസന്ധിയിൽ താഴുമ്പോൾ നിന്നെ ദൈവം മാനിച്ചുകൊണ്ടേയിരിക്കും. സ്വോത്രം!
അതുകൊണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം അഭിഷേകം പ്രാപിക്കണം. സ്വോത്രം. അഭിഷേകമുള്ളവനെ പിടിക്കാൻ ഒരു കുഞ്ഞുങ്ങൾക്കും കഴിയത്തില്ല. ഇന്ന് നിങ്ങളെ കൊല്ലുന്നവർ ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു. അങ്ങനെയെങ്കിൽ എന്താ സംഭവം? ആഗോള വ്യാപകമായി റോബോട്ട് വരും. റോബോട്ടിന്റെ പ്രത്യേകത, ഈ റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു. അതിന്റെ പേര് ഇന്റർനെറ്റ് മർഡർ. കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലുന്നു. ഇതാണ്ട് റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു. ആരാ? തൊടുപുഴക്കാരൻ, ഒരു ചെറുപ്പക്കാരൻ. ഇതാണ്ട് റോബോട്ടിനെ മനുഷ്യനാക്കാൻ പോകുന്നു. അതുകൊണ്ട് സയൻസ് സമാധാനത്തിൽ പോകുന്നത്. ദൈവമാകുമോ നിർമ്മിത ബുദ്ധി, AI, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. അതാ തമിഴ്നാട്ടിലെ കോളേജുകളിൽ മൊത്തം ഇപ്പൊ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് മാറി AI വരുന്നു. അങ്ങനെയെങ്കിൽ മൃഗത്തിന്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിന്റെ പ്രതിമയെ നമസ്കരിക്കാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിന്റെ പ്രതിമയ്ക്ക് ആത്മാവിനെ കൊടുപ്പാൻ അവൻ അധികാരം ലഭിച്ചു. അതിന്റെ പ്രത്യേകത ബ്ലൂ ബ്രെയിൻ. അങ്ങനെയെങ്കിൽ ഈ ബ്ലൂ ബ്രെയിൻ വരുന്നതിന് മുമ്പ് ഇവിടെ ഒരു സംഭവം വന്നായിരുന്നു, ഒരു കളി വന്നായിരുന്നു, സാത്താന്റെ കളി, ബ്ലൂ വെയിൽ. മനസ്സിലാകുന്നവർക്കായി, പത്രം വായിച്ചവർക്കായി. അത് കേരള ഗവൺമെന്റ് നിർത്തി. ഇതാണ്ട് ഈ മാറനല്ലൂർ പോങ്ങുമൂട് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോലീസ് സ്റ്റേഷൻ 9 വയസ്സുകാരൻ്റെ ഒരു പടം വെച്ചിട്ടുണ്ട്. 9ാം ക്ലാസ്സുകാരൻ്റെ. അവൻ എന്താ കെട്ടി തൂങ്ങി മരിച്ചതാ. എന്താ സംഭവം എന്നറിയാമോ? അവൻ കളിച്ചു സാത്താൻ ഗ്രൂപ്പുകാരുമായിട്ട്. അവർ പറഞ്ഞ് സമ്മാനം തരാം, ഒരാൾ മരിക്കണമെന്ന്. യവൻ തന്നെ മരിച്ചു. സ്വോത്രം. സമ്മാനം കിട്ടിയോ? സ്വോത്രം. ഇത് തന്നെ ഇത് പറഞ്ഞു തരാം. ഇരവിപേരൂർ ഒരച്ഛൻ, മർത്തോമാ സഭയിലെ ഒരു അച്ഛൻ. ഇതെല്ലാം ദൈവമക്കൾ കേൾക്കണം. അച്ഛൻ്റെ മകൻ കല്യാണം കഴിച്ചു, ഭാര്യയ്ക്ക് ജോലി. അവൾ പോകുമ്പോൾ അച്ഛൻ്റെ മകൻ സാത്താൻ ഗ്രൂപ്പുകാരുമായിട്ട് കളി. ആ ഓൺലൈൻ കളിച്ചപ്പോൾ പറഞ്ഞു, സാത്താൻ ഗ്രൂപ്പുകാർ പറഞ്ഞു, നീ ജയിച്ചു, പക്ഷെ ഒരാളെ കൊല്ലുന്നത് കാണിച്ചാൽ നിനക്ക് സമ്മാനം തരാം. അവസാനം അവൻ തന്നെ കഴുത്ത് മുറുക്കിയ കൊന്നത്. മനസ്സിലാകുന്നവർക്കായി ഇതാ ഈ സാത്താന്റെ പരിപാടി. അതുകൊണ്ടാണ് ഇന്ന് കളികൾ, ബ്ലൂ വെയിൽ, ഒരുപാട് കളികൾ നിരോധിച്ചത്. എന്നാലും വേറെ കളികളുണ്ട്. ഈ പിന്നെ എന്താ പബ്ജി. സന്തോഷമില്ലല്ലോ. രാത്രി 9:30 കുഞ്ഞുങ്ങൾ മൊബൈലിട്ട് അടിച്ചിട്ട് പറയും വെക്കടാ വെടി, വെക്കടാ വെടി. അതിലത്തെ തോമാച്ചാനയല്ല പബ്ജി, സാത്താൻ്റെ കളി. അതിനകത്ത് മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. ആ പാടുന്നവർ ചിരിക്കുന്ന ഇടയ്ക്കിടയ്ക്ക് അവരും പബ്ജി അടിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. സ്വോത്രം. അതുകൊണ്ട് ആ വെക്കടാ വെടി. അതുകൊണ്ട് മമ്മി ഞാൻ കളിക്കട്ടെ, ക്രോസ് ഫയർ, അടി അടി, പബ്ജി, വെടി വെടി, വെക്കടാ വെടി. സ്വോത്രം. ഇതെല്ലാം 6000 കളി മറ്റേ സാത്താൻ്റെ ഉണ്ട്. സ്വോത്രം. ശ്രദ്ധിച്ചോണേ അമ്മച്ചിമാരെ, ഇതെല്ലാം കുഴപ്പത്തിൽ അവസാനം ചാടിക്കുന്നത്. അങ്ങനെയെങ്കിൽ മൃഗത്തിൻ്റെ പ്രതിമ സംസാരിക്കും. മൃഗത്തിൻ്റെ പ്രതിമയെ വണങ്ങാത്തവരെ കൊല്ലിക്കേണ്ടതിന് മൃഗത്തിൻ്റെ പ്രതിമയ്ക്ക് ആത്മാവ്. ഇന്റർനെറ്റ് മർഡർ. ഞാൻ ലെബനോണിലേക്ക് പോകുക. ഇപ്പോൾ കമ്പ്യൂട്ടർ എങ്ങനെ മനുഷ്യനെ കൊല്ലും. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി ഞാനിപ്പോൾ ദാണ്ടിവിടെ നിൽക്കുന്നു. നമ്മുടെ ചെമ്പൂരിലൊരു പെൺകുട്ടി, ആ പെൺകുട്ടിക്ക് ചെന്നൈയിലുള്ള ഒരു ചെറുപ്പക്കാരനുമായിട്ട് വലിയ അടുപ്പം. എല്ലാവരും കേട്ടാട്ടെ. രാത്രി അവർ പിന്നെ ലാപ്ടോപ്പിനകത്ത്, അജിബ്രതൻ്റെ മുമ്പിലിരിക്കുന്ന ലാപ്ടോപ്പ്, പെൺകുട്ടി ലാപ്ടോപ്പിനകത്ത് കയറും, ചെറുപ്പക്കാരൻ ലാപ്ടോപ്പിനകത്ത് കയറും. പല കാര്യങ്ങൾ അവർ സംസാരിക്കുമ്പോൾ ചെറുപ്പക്കാരൻ പെൺകുട്ടിയോട് ചില കാര്യം പറയും. അവൾ എന്ത് ചെയ്യുമെന്നറിയാമോ? അവൾ എന്താ പറയുന്നതെന്നറിയാമോ? ഒരു സംഭവം പറയും. എന്താ പറയുന്നതെന്നറിയാമോ? അവൾ പറയുന്നൊരു കാര്യമുണ്ട്, എനിക്കിത് പറ്റത്തില്ല. അവൾ ഷട്ട് ഡൗൺ ചെയ്യാൻ നോക്കും. അതിനു മുമ്പ് അവനൊരു മെസ്സേജ് അയക്കും. ആ മെസ്സേജിന്റെ പേര് വൈറസ് മെസ്സേജ്. മനസ്സിലാകുന്നവർക്കായി അതിനെ താങ്ങാൻ പറ്റത്തില്ല. എല്ലാവരും കേട്ടോണം. മലയാളം താഴ്മയോടെ. ഇന്ന് രാത്രി സ്റ്റെബിലിന് ഞങ്ങൾ പാടുക. ആ സമയത്ത് നമ്മുടെ കുമാർ ബ്രദറിൻ്റെ മകൻ അവിടെ നിന്ന് മോണിറ്റർ ചെയ്ത, ഞങ്ങളുടെ ശബ്ദം കൂടിയാൽ ഈ ബോക്സിനല്ല കുഴപ്പം, ആംപ്ലിഫയർ പച്ചയ്ക്കങ്ങ് കത്തിപ്പോവും. മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ എന്താ സംഭവം? സയൻസ് കൂടെ പറഞ്ഞു തരാം. അവൾ ഷട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങുമ്പോൾ ഒരു മെസ്സേജ് വരും. ഒരു ലാപ്ടോപ്പിന് 5 കാര്യങ്ങളാണ് ഉള്ളത്. 1 സ്ക്രീൻ, 2 സൈഡിലെ ബൾബ്, താഴെ കാണുന്ന ആ ലാപ്ടോപ്പിൻ്റെ ബോർഡിനകത്ത് 3 കാര്യമുണ്ട്. 1 മൈക്രോ പ്രോസസ്സർ, 2 കീപാഡ്, അടിയിൽ ലിഥിയം ബാറ്ററി. മനസ്സിലാകുന്നവർക്കായി ഈ മെസ്സേജ് മൈക്രോ പ്രോസസ്സറെ ഫീഡ് ചെയ്യുമ്പോൾ ഇത് വല്ലാത്തൊരു മെസ്സേജ്, താങ്ങാൻ കഴിയത്തില്ല. ബാറ്ററി ചൂടാവും. ആ സമയത്ത് സ്ക്രീൻ പൊട്ടിത്തെറിക്കും. മനസ്സിലാകുന്നവർക്കായി ബാക്കിയൂടെ പറയാം. എല്ലാവരും കേൾക്കണം. ബാറ്ററി പൊട്ടിത്തെറിച്ച് സാംസങ് 7 ഗാലക്സി നിർത്തി. ഇതാ കിടക്കുന്നു. അതിനാസ്പദമായി ഈ മൊബൈലുകൾ പൊട്ടിത്തെറിക്കുമോ? തൃശ്ശൂർ തിരുവല്ലാമല ഒരു 8 വയസ്സുള്ള മോൾ ആദിത്യ, അച്ഛൻ്റെയും മകൻ്റെയും ഒരു മകൾ, അവൾ കമ്പ്യൂട്ടർ കളിച്ചു, ചൂടായി, രാവിലെ മൊബൈൽ പൊട്ടിത്തെറിച്ചു. കർണാടകയിലെ തുംകൂർ 18 വയസ്സുകാരി പെട്രോൾ പമ്പിൽ വന്നു, മൊബൈലിൽ സംസാരിച്ചു, ചൂടായി, മൊബൈൽ കത്തി, പെട്രോൾ പമ്പ് കത്തിപ്പോയി. മലയാളം. കിളിയൂരും നമ്മുടെ വെള്ളറുടെയും മണ്ഡപത്തെയും കടവും പെട്രോൾ പമ്പ്. അവിടെ ചെന്ന് പെട്രോൾ പമ്പിൽ നിങ്ങൾ മൊബൈലിൽ സംസാരിക്കുമ്പോൾ അവിടെ എണ്ണ അടിക്കുന്ന പെങ്കുച്ചു പറയത്തില്ല, ചേട്ടൻ പുറത്ത് നെല്ല് ബൈക്ക് ഞാനങ്ങ് കൊണ്ടുതരാം. മനസ്സിലാകുന്നവർക്കായി അവിടെ ഒരു വാക്ക് എഴുതി വെച്ചിട്ടുണ്ട്, സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. യേശു വരാൻ കാലമായെന്നല്ല, സ്വിച്ച് ഓഫ് യുവർ മൊബൈൽ. സന്തോഷമില്ലല്ലോ? സ്വോത്രം. ഇതെല്ലാം അറിയാം. അന്ത്യകാലത്ത് ഇതെല്ലാം പൊട്ടിത്തെറിക്കും. അത് കഴിഞ്ഞിട്ട് കോവളത്ത് മൊബൈൽ പൊട്ടിത്തെറിച്ചു. സിസ്റ്റർ എங்கே இருக்குது? சென்னையில் அருமையான ஒரு வாலிபர் എൻ്റെ മൊബൈലുക്കുള്ള പേശ് പോകുന്നത് ചെന്നൈ പട്ടണത്തിൽ വാഗണർ കാർ കത്തിപ്പോയി. എല്ലാവരും കണ്ടു മൊബൈൽ പൊട്ടിത്തെറിച്ചു.
പൊട്ടിത്തെറിച്ച് കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ആറ്റമായുധമല്ല, ഇന്റർനെറ്റ് മർഡർ, ബാറ്ററി പൊട്ടിത്തെറിച്ച് ഈ ലോകം. അതിനാസ്പദമായി ഇപ്പം നമ്മുടെ ടെലിഫോണിനകത്തെല്ലാം ഒരു വിഷയം വരുന്നുണ്ടല്ലോ. ആ ടെലിഫോണിനകത്തൊരു വിഷയം എന്താ പറയുന്നതെന്നറിയോ? പറഞ്ഞുതരാം. എന്താ? അറിയാത്ത കോൾ വന്നാൽ എടുക്കരുത്. സന്തോഷമില്ലല്ലോ. ലോട്ടറി അടിച്ചു. ലോട്ടറി അടിക്കാത്തവൻ എങ്ങനെയാണ് ലോട്ടറി അടിക്കുന്നത്? സ്വതന്ത്രമില്ലല്ലോ. ലോട്ടറി അടിച്ചു ഇത് പറഞ്ഞ് KYC ഇങ്ങനൊക്കെ പറഞ്ഞ് നിങ്ങളുടെ സിസ്റ്റം ഹാക്കാക്കും. അമ്മാമ്മ എവിടെങ്കിലും കയറി എസ് നെക്കിക്കഴിഞ്ഞാൽ എല്ലാം പോകുമെന്ന് മനസ്സിലാക്കുന്നവർക്കായി ഓൺലൈൻ തട്ടിപ്പ് സൂക്ഷിക്കുക. ഇപ്പോൾ നമ്മുടെ BSNL പണ്ട് നമ്മുടെ ചിന്നമാമ ഫോൺ എടുക്കുമ്പോൾ മേഘം പൂത്ത് തുടങ്ങി, മോഹം പെയ്തു തുടങ്ങിയായിരുന്നു പാട്ട്. അതൊക്കെ പോയി. അറിയാത്ത കോൾ എടുക്കരുത്, അറിയാത്തവരാരെങ്കിലും വിളിച്ചാൽ എടുക്കരുത്, നിങ്ങളുടെ KYC നമ്പർ കൊടുക്കരുത്, സിസ്റ്റം ഹാക്ക് ചെയ്യും. അങ്ങനെയെങ്കിൽ ഇന്റർനെറ്റ് മർഡർ, കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും. ഇന്ന് രാത്രി ചെന്നൈയിലിരിക്കുന്ന ചെറുപ്പക്കാരൻ പെൺകുട്ടിക്ക് മെസ്സേജ് അയക്കുമ്പോൾ ലാപ്ടോപ്പിന് മുമ്പിൽ അവൾ ഇരിക്കുമ്പോൾ അവൾ ഷട്ട് ഡൗൺ ചെയ്ത് പോകാൻ പറ്റാതാവും. അന്നേരം എന്താ? ബാറ്ററി ചൂടാവും, സ്ക്രീൻ പൊട്ടിത്തെറിക്കും. അതിന്റെ പേരാ കമ്പ്യൂട്ടർ മനുഷ്യനെ കൊല്ലും, ഇന്റർനെറ്റ് മർഡർ. ഇത് വെളിനാട്ടിൽ അനേകം പേർ, UK കാർ കേൾക്കണം. 2018 UK-യിലെ ഡേവിഡ് കാമറൂൺ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറിനോട് പറഞ്ഞു, സാർ ലാപ്ടോപ്പ് പിടിക്കരുത്. മനസ്സിലാകുന്നവർക്കായി എന്താ ഇതിനകത്ത് പൊട്ടിത്തെറിയുടെ സാധ്യത? ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാറുമായിട്ട് ഏറ്റവും അടുപ്പമുള്ള ഇസ്രായേൽ മൊസാദ് ഒത്തിരി കാര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. 2018 ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞൊരു കാര്യമുണ്ട്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി മോഡി സാറിനോട് പറഞ്ഞു, കൈക്കകത്ത് ലാപ്ടോപ്പ് വെക്കരുത്, പൊട്ടിത്തെറിക്കാൻ സാധ്യത. അതുകൊണ്ടല്ലേ നമ്മുടെ പ്രധാനമന്ത്രി വന്ദേ ഭാരത് ഉദ്ഘാടനം ചെയ്യാമെന്ന് ഇവിടെ കാട്ടാക്കട ഇലക്ഷൻ വന്ന് ലാപ്ടോപ്പ് വല്ലതും ഉണ്ടായിരുന്നോ? ബായിയോ ബക്കനോ? മനസ്സിലാകുന്നവർക്കായി സ്വോത്ര ഒറ്റ ലാപ്ടോപ്പുമില്ല. ഇന്ന് രാത്രി നെയ്യാറ്റിൻകര DYSP ചെമ്പൂരിൽ ഒരു വിഷയത്തിൽ വന്നാൽ റോഡിൽ ഇരുന്ന് ലാപ്ടോപ്പ് ഞെക്കുന്ന വല്ലവരും കണ്ടിട്ടുണ്ടോ? ഞെക്കത്തില്ല. അദ്ദേഹം ഓഫീസിൽ പോയി അദ്ദേഹത്തിന്റെ ടേബിളിന്റെ പുറത്തെ ഞെക്കത്തോളൂ. പറയും, എനിക്ക് ഭാര്യയും 2 കുഞ്ഞുങ്ങളുമുണ്ട്. അങ്ങനെയെങ്കിൽ കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇന്റർനെറ്റ് മർഡർ ഇവിടെ നടക്കാൻ പോകുന്നു, കമ്പ്യൂട്ടറുകൾ പൊട്ടിത്തെറിക്കാൻ പോകുന്നു. അടുത്തത് എല്ലാവരും കേൾക്കണം. ചെറുപ്പക്കാർ, നിങ്ങൾക്ക് വേണ്ടി എത്ര സയൻസ് ഇവിടെ പറയുന്നത് എന്താ? ലെബനോണിലെ പേജർ സ്ഫോടനം ഇനി കർത്താവിന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ. കണ്ടോ? എല്ലാവരും കേൾക്കണം. യുദ്ധം മിഗും മറാഷുമല്ല, കേൾക്കണം. ലെബനോണിലെ ഹിസ്ബുള്ള, എല്ലാവരും കേട്ടെ. ലെബനോണിലെ ഹിസ്ബുള്ള ഒരു കാര്യം ഉണ്ടായിരുന്നു. ഹിസ്ബുള്ള എന്താ ചെയ്തെന്ന്? 3000 പേജർ ഉണ്ടാക്കുവാൻ ഒരു സ്ഥലത്ത് തൈവാനെ ഏൽപ്പിച്ചു. പക്ഷെ അത് ഹംഗറിയിലേക്കാ പോയത്. പേജറിന്റെ സിം കാർഡിന്റെ ബാർകോഡ് സോഫ്റ്റ്വെയർ കൊടുത്തത് ഇസ്രായേല. അപ്പൊ അവർക്കറിയാം ഇതിന്റെ നെറ്റ്വർക്ക്. യവന്മാർ ഒരു കാര്യം ചെയ്തു, യഹൂദന്മാർ. എന്താ? ആ ലിഥിയം ബാറ്ററിക്കകത്ത് 2 ഗ്രാം സ്ഫോടക വസ്തു വെച്ചു. അറിയത്തില്ല. ഒരു സുപ്രഭാതത്തിൽ ഒരു ഉച്ചയ്ക്ക് ഇന്നത്തെ ഹമാസ് ഇസ്രായേൽ സംഘടന നടക്കുമ്പോൾ സോഫ്റ്റ്വെയർ ഇസ്രായേലിൻ്റെയിലായിരിക്കുന്നത്. അവര് പിന്നെ യവന്മാര് ഹിസ്ബുള്ള അറിയുന്നില്ല. താണ്ട് റിലയൻസ് ബോംബെ മെസ്സേജ് കൊടുക്കുന്നത് ഇന്ത്യ മൊത്തം അടിച്ചങ്ങിറങ്ങും. സ്വോത്രം. BSNL കൊടുക്കുന്നത് തിരുവനന്തപുരത്ത് ഡൽഹിയിൽ നിന്ന് കൊടുത്താൽ ഇന്ത്യ മുഴുവൻ വരും. അതിനെന്താ ചെയ്തെന്നറിയോ? പടപട കുറെ മെസ്സേജ് ഉച്ചയ്ക്ക് അങ്ങ് വന്നു. ഈ പേജറിനകത്ത് ഹിസ്ബുള്ളക്കാർ ഒന്ന് ഞെക്കുമ്പോൾ വരും. നമ്മുടെ മൊബൈലിൽ തന്നെ വന്നാൽ ഒരു വാക്യം എഴുതി വരും, ഡെലീറ്റ് സം ഐറ്റംസ് മെമ്മറി ഫുൾ. മനസ്സിലാകുന്നവർക്കായി. കരമുയരുന്നില്ലല്ലോ, എനിക്ക് താങ്ങാൻ കഴിയത്തില്ല. അതുപോലെ പടപട മെസ്സേജ് വന്നു. ഇവർ ഞെക്കുന്നതിന് മുമ്പ് പടപട ഇങ്ങോട്ട് മെസ്സേജ് വന്നപ്പോൾ സിസ്റ്റം ചൂടായി, ബാറ്ററി പൊട്ടിത്തെറിച്ചു. ഇന്ന് രാത്രി സജു ചാത്തന്നൂർ ഇവിടെ നിൽക്കുമ്പോൾ 2800 പേജറാ ലെബനോണിൽ പൊട്ടിത്തെറിച്ചത്. 200 പേർ ഇന്നും ആശുപത്രിയിലാണ്. 38 പേർ പേജർ സ്ഫോടനത്തിൽ മരിച്ചു. ഞാനല്ല, ഇവിടുത്തെ കേരളത്തിലെ പോലീസുണ്ട്, പേര് ഞാൻ വെളിപ്പെടുത്തത്തില്ല, സൈബർ മേധാവി. ഒരു ദിവസം മനോരമയുടെ കോൺക്ലേവ് കൊച്ചിയിൽ നടക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനി വരാൻ പോകുന്നത് ആറ്റം യുദ്ധമല്ല, കയ്യിലിരിക്കുന്ന മൊബൈലുകളും ഫോണുകളും പൊട്ടിത്തെറിക്കോ. അയ്യോ, നമ്മുടെ മൊബൈലിനകത്ത് ബാറ്ററിക്കകത്ത് സ്ഫോടക വസ്തു ഉണ്ടോ എന്ന് വല്ലവർക്കും അറിയാവോ? ചക്കയാന്നെ കുത്തി ചുളയെങ്കിലും നോക്കാം. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. മൊബൈലിൻ്റെ ബാറ്ററിക്കകത്ത് സ്ഫോടക വസ്തു ഉണ്ടോ ഹിസ്ബുള്ളയ്ക്ക് അറിയാമോ? അറിയത്തില്ല. അതാ പൊട്ടിത്തെറിച്ച. ഞാനല്ല, കേരളത്തിൻ്റെ സൈബറിൻ്റെ പോലീസ് മേധാവി മനോരമ കോൺക്ലേവിൽ യോഗം കഴിയുമ്പോൾ പോരെ, ബാക്കി കാണിച്ചു തരാൻ പറഞ്ഞു. ഇനി പൊട്ടിത്തെറിക്കാൻ പോകുന്നത് യുദ്ധവിമാനങ്ങളല്ല, കയ്യിലിരിക്കുന്ന മൊബൈലുകളും ലാപ്ടോപ്പുകളും പൊട്ടുന്നൊരു കാലം വരാറായി. ഇന്ന് രാത്രി ദൈവമക്കളോട്, നാം പ്രതീക്ഷിച്ച സമയത്തേക്കാൾ രക്ഷ ഇപ്പോൾ അടുക്ക വാതിൽക്കലായി. മഞ്ചങ്കോട് ഇത് ചെയ്യേണ്ടത് ഉറക്കത്തിൽ നിന്ന് ഉണരുവാൻ നാഴിക വന്നതുകൊണ്ട് ഇന്ന് രാത്രി നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. രാത്രി കഴിവാറായി, പകലടുത്തുപോയി. രാത്രി 2 കാര്യങ്ങൾ അതിനകത്ത്. ഒന്നാമത്തെ പ്രത്യേകത പറഞ്ഞു തരാം. സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരുന്ന കാലമായി.
ഇന്ന് രാത്രി ഇപ്പൊ റോബോട്ടെങ്കിൽ സോഫിയ വന്നെങ്കിൽ നിങ്ങൾ ഓപ്പൺ ചെയ്യുമ്പോൾ സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വരാറായി. നിങ്ങളുടെ ലാപ്ടോപ്പിൽ കൂടെ അവൻ നോക്കും. എന്താ? നിങ്ങൾ വണങ്ങണം. മെയിൽ ഐ ഡി അവൻ്റെ കയ്യിലുണ്ട്. കോവിഡിൻ്റെ മറവിൽ വാക്സിനിൽ എല്ലാ വഴിയാധാരമായ ആധാർ കൊണ്ടുപോയി. വണങ്ങിയില്ലെങ്കിൽ ലെബനോനിൽ പൊട്ടിച്ചതുപോലെ മെസ്സേജ് അയച്ചാൽ ഇന്റർനെറ്റുകൾ തൂത്തുപറക്കി പൊട്ടുന്നൊരു കാലം. രണ്ട് കാര്യം. ഒന്നാമത്തെ സെക്ഷൻ, അടുത്ത മൈക്രോചിപ്പിലേക്ക് പോവാ. ഇന്ന് രാത്രി കേട്ടാട്ട് മക്കളെ പറഞ്ഞു തരാം. സാത്താന്റെ പ്രതിമ കമ്പ്യൂട്ടറിനകത്ത് വെളിപ്പെടുന്നതിന് മുമ്പ് മഞ്ചങ്കോട് ദൈവമക്കളുടെ പ്രത്യാശ തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം ഞാൻ കാണും. കരമുയർത്തുന്നവർക്കായി വരുവാനുള്ളവൻ വരും, കാലമേറെയില്ല. ലെബനോനിൽ 3000 പേജർ പൊട്ടിത്തെറിച്ചതുപോലെ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ ഇവിടെ ആഗോള വ്യാപകമായി ഇന്റർനെറ്റ് മെസ്സേജ് വഴി ഇതെല്ലാം പൊട്ടിത്തെറിക്കാൻ കാലമായി. ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ പറയണം, ആ പൊട്ടിത്തെറി ഇവിടെ മുഴങ്ങുന്നതിന് മുമ്പ് മറ്റൊരു ശബ്ദം മധ്യാകാശത്തിൽ മുഴങ്ങ്. ഇവിടെ കയറി വരിക. കരമുയർത്തുന്നവർക്കായി ആ ശബ്ദത്തിന്റെ പേര് കർത്താവ് തൻ ഗംഭീരനാദം, പ്രധാന ദൂതന്റെ ശബ്ദം, ദൈവത്തിന്റെ കാഹളം. ക്രിസ്തുവിൽ മരിച്ചവർ മുൻപേ ഉയർത്തെഴുന്നേൽക്കും. ജീവനോടിരിക്കുന്ന നാം അവനെ എതിരേൽക്കുവാൻ ഈ തലമുറയിൽ മധ്യാകാശത്തിൽ എടുക്കപ്പെടാറായി. വായിക്കുന്നവൻ ഭാഗ്യവാൻ, വായിച്ച് കേൾപ്പിക്കുന്നവൻ ഭാഗ്യവാൻ, പ്രമാണിക്കുന്നവൻ ഭാഗ്യവാൻ. സമയം അടുത്തുപോയി മക്കളെ, കാലം അധികമില്ല. കാന്തൻ വരാറായി. 4 വാക്യം കൂടെ പോകുമ്പോൾ നമ്മുടെ സമയവും തീരും. ഇന്ന് രാത്രി 1910, എല്ലാവരും കേട്ടാട്ടെ. ടൈറ്റാനിക്കിന്റെ അവസാന ഭാഗം പറയുമ്പോൾ അവസാനിക്കാം. 1910 ഏപ്രിൽ മാസം 10-ാം തീയതി ഒരു കപ്പൽ യാത്രയായി. കപ്പലിന്റെ പേര് ടൈറ്റാനിക്. ആ കപ്പൽ ഉണ്ടാക്കിയത് ബ്രിട്ടനിലെ വൈറ്റ് സ്റ്റാർ ഷിപ്പിംഗ് കമ്പനി. ക്യാപ്റ്റന്റെ പേരായിരുന്നു സ്മിത്ത്. 2224 കിലോമീറ്റർ യാത്ര ചെയ്യുന്നത്. ന്യൂയോർക്ക് സതാംപ്ടൺ. ക്യാപ്റ്റൻ പറഞ്ഞു, ദൈവം വിചാരിച്ചാലും ഇത് തകരത്തില്ല. സ്വോത്രം. ആട്ടെ പാട്ടെ കള്ളെ ബിയറെ. സ്വോത്രം. 4-ാം ദിവസം മഞ്ഞുമല. ക്യാപ്റ്റനോട് പറഞ്ഞു, സാർ മഞ്ഞുമല. ക്യാപ്റ്റൻ പറഞ്ഞു, മിണ്ടക്കൂടാതെ. മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. ദൈവം വിചാരിച്ചാൽ. കന്നി യാത്രയിൽ കപ്പൽ തകർന്നു. ചെമ്പൂരെയും വെള്ളറടയിലെ അച്ചായന്മാരെല്ലാം വിചാരിക്കുന്നത് ഈ ഉപദേശിമാർക്ക് വേറെ ജോലിയൊന്നുമില്ല. സ്വോത്രം. വെറുതെ പറഞ്ഞ് പേടിപ്പിക്കാന്ന്. അച്ചായ, കോവിഡ് വന്നത് ഒരു ഗവൺമെന്റും അറിഞ്ഞില്ല. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അതുപോലെ ഇന്ന് രാത്രി നീ കള്ളും കുടിച്ച് കഞ്ചാവും അടിച്ച് കതിനാവെടിയും പൊട്ടിച്ച് ക്രിസ്മസിന് പോത്തിനെ അറുത്ത് നീ ഇവിടെ ഇരുന്നാൽ കാന്തന്റെ വരവിൽ കൈവിടപ്പെട്ടു. സന്തോഷമില്ലല്ലോ. കുവൈറ്റുകാരെ പറ്റി ആർക്കറിയാം? കുവൈറ്റുകാരായിരുന്നു നല്ല പണക്കാർ, നല്ല ദിനാറ്. അറബികൾക്ക് കോടികളുള്ളായിരുന്നു. എപ്പോഴും നല്ല കുഴിമന്തി കോഴി അടിച്ച് കൊക്കക്കോളയിൽ അടിച്ച് നടന്നതാ. സദാം ഹുസൈൻ ഒറ്റ രാത്രി എല്ലാവരുമായിട്ട് കയറി. 4-ാം ദിവസം കുവൈറ്റുകാർ മരുഭൂമി നിൽക്കുക, ഒരു ബ്രെഡ് ഒരു പാല്. അതുപോലെ ഇന്ന് രാത്രി കർത്താവിന്റെ ദിവസം കള്ളനെ പോലെ വരും. ആകാശം കൊടുമുഴക്കത്തോടെ ഒഴിഞ്ഞു പോകും. മൂലപദാർത്ഥം കത്തിയഴിയും. ഭൂമിയും അതിലെ സകല പണികളും വെന്തു പോകും. ആ തീ പിടിക്കുന്നതിനെ വിട്ട് നീ ഒരു ടിക്കറ്റ് മേടിക്കണം. മനസ്സിലാകുന്നവർക്കായി. ബാക്കിയൂടെ കേട്ടെ. എൻ്റെ വിഷയം കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ പറഞ്ഞ ഇംഗ്ലീഷ് പുസ്തകം വായിച്ച് കരഞ്ഞു. എ ലൈഫ് ജാക്കറ്റ് ഗീവിങ് എ സെക്കൻഡ് ലൈഫ്. ആ കപ്പൽ തകരുമ്പോൾ ഒരു ഇംഗ്ലീഷുകാരൻ ചെറുപ്പക്കാരനുണ്ടായിരുന്നു. കേട്ടോണം മക്കളെ, ഇതെല്ലാം നോട്ട് ചെയ്യ സഹോദരിമാർ. അവരെന്ത് ചെയ്തു? മെസ്സിൽ ചപ്പാത്തി കഴിച്ചുകൊണ്ടിരിക്കുക. ഓ, കപ്പൽ കുലുങ്ങി. താഴെ അവൻ്റെ കിടക്ക. $1,00,000 ഉണ്ട്. ഗൂഗിൾ പേ അല്ല, കട്ടിലിൻ്റെ കീഴിൽ. എടുക്കാൻ അവൻ ഓടാൻ തുടങ്ങി. താഴോട്ട് ഇറങ്ങിയപ്പോൾ അവൻ്റെ അകത്തൊരു ചിന്ത, ചിലപ്പോൾ ഞാൻ താഴെ ഇറങ്ങിയാൽ പിന്നെ എനിക്ക് കയറി വരാൻ പറ്റത്തിൽ. ഉപ്പുവെള്ളത്തെ ഡോളറുമായിട്ട് താന്നു പോകും. ഓ, അവൻ താഴോട്ടിറങ്ങിയ പടി അവിടെ നിർത്തി ചേച്ചി. അവൻ്റെ ഉള്ളിൽ ആരോ സംസാരിച്ചു, കുഞ്ഞെ പണം നിനക്ക് പിന്നെ ഉണ്ടാക്കാൻ സ്ഥലം വിട്ടോളാൻ പറഞ്ഞു. അവൻ മേളി വന്നു. നിർനിമേഷനായി നിന്നപ്പോൾ ചപ്പാത്തി വെച്ചിരിക്കുന്ന പലകയുടെ അവിടെ അനവധി ലൈഫ് ജാക്കറ്റ്. സ്വോത്രം. ആരോ അവനോട് സംസാരിച്ചത്, ഇതെടുത്ത് നീ വെള്ളത്തിൽ ചാട്, അവിടെ സ്പീഡ് ബോട്ടം കാണും വരും, നിന്നെ തൂക്കിക്കൊണ്ടുപോകും. അവൻ ഒന്നും ഓർത്തില്ല. മണ്ണെ പ്രതി മാണിക്യം. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി അവൻ എന്ത് ചെയ്തു? ഒരു ലൈഫ് ജാക്കറ്റ് എടുത്ത് ഒറ്റ ചാട്ടം ചാടി. 15 മിനിറ്റ് കഴിഞ്ഞപ്പോൾ സ്പീഡ് ബോട്ട് വന്ന് രക്ഷപ്പെട്ടത്. അവൻ എഴുതിയ പുസ്തകം വായിച്ചാൻ കരഞ്ഞ മക്കളെ. എ ലൈഫ് ജാക്കറ്റ് ഗീവിങ് എ സെക്കൻഡ് ലൈഫ്. എനിക്ക് രണ്ടാമതൊരു ജീവിതം തന്ന ഒരു ലൈഫ് ജാക്കറ്റ് എങ്കിൽ ഇന്ന് രാത്രി, ഇന്നുള്ള ആകാശവും ഭൂമിയും ദൈവം തീക്കായി സൂക്ഷിക്കുന്നു. അതിൻ്റെ നടുവിൽ ഒരു ലൈഫ് ജാക്കറ്റിനെ ഇന്ന് രാത്രി മഞ്ചങ്കോട് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നു. അതത്രേ ഉയർത്തെഴുന്നേറ്റ യേശു ക്രിസ്തു. കരമുയർത്തുന്നവർക്കായി ഈ രാത്രി, രണ്ടാമത് രാത്രി മറ്റൊരുത്തനിലും രക്ഷയില്ല. നാം രക്ഷിക്കപ്പെടുക ആകാശത്തിന് കീഴും മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഏകനാമം യേശുവിന്റെ നാമം. ഈ വചനത്തിലെ 2 ഭാഗങ്ങൾ മാത്രം പൂർത്തിയായി. ഒന്ന്,
നിങ്ങളെ വരച്ചു കാട്ടി മൃഗം, 2 പ്രതിമ, 3 സംഖ്യാമുദ്ര. അതിൻ്റെ ഒരു ഭാഗം ഈ രാത്രി പറയും, ബാക്കി നാളെ. അങ്ങനെയെങ്കിൽ മനുഷ്യൻ അക്കത്തിൽ അറിയപ്പെടുന്ന കാലം വരുമോ? മൃഗത്തോടും അതിൻ്റെ പ്രതിമയോടും അതിൻ്റെ സംഖ്യയോടും മുദ്രയോടും ജയിച്ചവർ ഉയർത്തെഴുന്നേറ്റ് 1000 ആണ്ട് ക്രിസ്തുവിനോട് കൂടെ വാടും. വായിക്കുന്ന വെളിപ്പാട് പുസ്തകം 13-ാം അധ്യായം 16, 17, 18 വാക്യങ്ങൾ. കുഞ്ഞു വായിച്ചാട്ട് മക്കളെ. ചെറിയവരും വലിയവരും, സമ്പന്നന്മാരും ദരിദ്രന്മാരും, സ്വതന്ത്രന്മാരും ദാസന്മാരുമായ എല്ലാവർക്കും വലങ്കൈമേലോ നെറ്റിമേലോ മുദ്ര കിട്ടുമാറ് മൃഗത്തിന്റെ പേരോ പേരിന്റെ സംഖ്യയായ മുദ്രയുള്ളവനല്ലാതെ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുവാൻ വഹിയാതെയും ആക്കുന്നു. അവിടെ ഇരിക്കട്ടെ. വലങ്കൈ നെറ്റി, 2 കാര്യം. ഇത് 2 തുടങ്ങിയത് എവിടാ? ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനിയെ വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് വഴിയാധാരമായ ആധാർ എടുക്കാൻ പോയി. അവിടെ ചെമ്പൂർ അക്ഷയ പോയപ്പോൾ പറഞ്ഞില്ല, കാലി കാണിക്കാൻ പറഞ്ഞു. ഇല്ല, ചിന്നമാമ കണ്ണ് തുറന്നാട്ടെ. സന്തോഷമില്ലല്ലോ, കണ്ണടച്ചാട്ടെ. കര ഉയരുന്നില്ലല്ലോ, നെറ്റി മൊത്തവും കൊണ്ടുപോയി. സ്വോത്രം. 2 കൈവെക്കൂ, ഫിംഗർ. ഇത് 2009 ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനെ വിലക്ക് വാങ്ങിച്ചുകൊണ്ട് നീതി ആയോഗ് ഇപ്പോഴും ഉണ്ട്. ഇതെല്ലാം ഒരുവന്റെ കയ്യിലാണ്. ഇന്ത്യയിൽ ആധാർ, അമേരിക്കയിൽ അമേരിക്കൻ ഐഡന്റിറ്റി, ഓസ്ട്രേലിയ, യൂറോപ്പ് സെക്യൂരിറ്റി നമ്പർ, മലേഷ്യ വരെ നമ്പറായി. അങ്ങനെയെങ്കിൽ 2 കൈമേലും നെറ്റിമേലും കോവിഡ് കാലം നമ്മളെല്ലാം പോയി. കീ കൂക്കു, കൈ കാണിക്കൂ, സന്തോഷമില്ലല്ലോ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ചെമ്പൂർ മാർക്കറ്റിൽ നിന്നപ്പോൾ കുനിയാമ്മയെ ചേച്ചി തലയൊന്ന് കാണിച്ചാട്ട്, ഒറ്റയടി മനസ്സിലാകുന്നവർക്കായി ഇൻഫ്രാറെഡ് മീറ്റർ. സ്വോത്രം. ഇത് 2ഉം വരാൻ പോകുന്നത് കൈമേലും നെറ്റിമേലും. ഇതെല്ലാം അന്ത്യകാലമാണ്. അങ്ങനെയെങ്കിൽ 3 പേരുടെ സംഖ്യ വേണം. അടുത്തത് മോള് വായിച്ചാട്ടെ. ജ്ഞാനം കൊണ്ട് ആവശ്യം ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ ഗണിക്കട്ടെ, അതൊരു മനുഷ്യന്റെ സംഖ്യയത്രേ. അവിടെ നിൽക്കട്ടെ. ഈ സംഖ്യ ഉള്ളവനെ ഇത് കയറാൻ പറ്റുമെന്ന്. സ്വോത്രം. മനസ്സിലാകുന്നവർക്കായി. കേരളത്തിലെ 36,000 കോവിഡ് കേസ് വന്നു. 1 മിനിറ്റ്. ഈ പാട്ടുകാരൻ്റെ കൂടെ ഉള്ളതാ, അജി പല പ്രസംഗത്തിലുള്ളതാ. അപ്പോൾ കേരളത്തിൽ 36,000 കോവിഡ് കേസ് വന്നപ്പോൾ നമ്മുടെ വീണ ജോർജ് സാറ് പറഞ്ഞ് 2 ഡോസ് എടുത്തവർക്ക് കടയിൽ കയറാവൂ, കമ്പോളത്തിൽ കയറാവൂ. ചില ബസ്സിൽ ഒട്ടിച്ച് 2 ഡോസ് വാക്സിൻ. അപ്പോൾ ഉണ്ട് നമ്മുടെ കണ്ണൂക്കാരൻ ജോൺ ബ്രിട്ടാസ്. അദ്ദേഹം മുഖ്യമന്ത്രിയോട് പറഞ്ഞു, സാറേ ചേച്ചി പറയുന്ന തെറ്റാണ്, വാക്സിൻ ഒരു മനുഷ്യൻ്റെ ഇഷ്ടമാണ്. അതുകൊണ്ട് ചില ഇഞ്ചക്ഷൻ വെക്കുമ്പോൾ നമ്മളോട് ചോദിക്കും, സർജറി നടക്കുമ്പോൾ സൈൻ ചെയ്യും. അതുകൊണ്ട് ഉടനെ എന്ത് ചെയ്തു? പിണറായി സാർ അന്ന് പറഞ്ഞു, ചൂട് നോക്കി ആർക്കും കയറാം, മനസ്സിലാകുന്നവർക്കായി. വാക്സിൻ നിർബന്ധമല്ല. സ്വോത്രം. അപ്പം പിണറായിയെ നയിക്കുന്നതാരാ? വാസവൻ ചേട്ടനാണോ? ആനാവൂർ നാഗപ്പനാണോ? ഇവരൊന്നുമല്ല പിണറായിയെ നയിക്കുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ കൂടെ സ്റ്റേജിൽ കേട്ട കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിപ്പുണ്ട്. അന്നേ ഞാൻ പറഞ്ഞു, കണ്ണൂക്കാരൻ ജോൺ ബ്രിട്ടാസ സഖാവ് പിണറായിയെ നയിക്കുന്നത്. എല്ലാവരും മനസ്സിലാക്കണം. ഇപ്പം ഡൽഹിയിൽ നിന്ന് വാർത്ത കണ്ടില്ലയോ? സന്തോഷമില്ലല്ലോ. അജിയുടെ ക്ലിപ്പ് എടുത്ത് നോക്കിയാൽ മതി. റെഡ് വി മീഡിയയിൽ 10 കൊല്ലം മുമ്പ് ഞാൻ പറഞ്ഞു, സഖാവ് പിണറായിയെ നയിക്കുന്ന തിരുവനന്തപുരത്ത് ശിവൻകുട്ടിയണ്ണനും ആനാവൂരും ഒന്നുമല്ല. സ്വോത്രം. ബ്രിട്ടാസാണ് നയിക്കുന്നത്. സ്വോത്രം. അദ്ദേഹത്തിൻ്റെ ബുദ്ധി കേന്ദ്രം മുഴുവനായി നയിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടാസാണ് നയിക്കുന്നത്. ഇപ്പോൾ പത്രത്തിൽ വാർത്ത വന്നപ്പോൾ തിരുവനന്തപുരത്ത് പലരും എന്നെ വിളിച്ച്, പാസ് പണ്ട് പറഞ്ഞ കാര്യം ഇപ്പോൾ വായിച്ചെന്ന്. സ്വോത്രം. സന്തോഷമില്ലല്ലോ. സ്വോത്രം. ഇവിടെ ഇരിപ്പോണ്ട് ക്ലിപ്പ് സഹിതം. ഞാൻ എത്ര വേദി ഇവിടെ പറഞ്ഞെന്നറിയാവോ അദ്ദേഹത്തെ നയിക്കുന്നത്. അതുകൊണ്ടല്ലേ ജോൺ ബ്രിട്ടാസിനെ മോൻ ഇവിടെ വയ്ക്കേണ്ട, ഡൽഹി മേ ജാവോ കാം കരോ, മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. അവിടെ അല്ലേ ED CBI എല്ലാത്തിൻ്റെ ചരട് അവിടെ ഇരിക്കുകയല്ലേ, മനസ്സിലാകുന്നവർക്കായി. സ്വോത്രം. ഇതാകുമ്പോൾ അങ്ങനെയെങ്കിൽ 3 പേരുടെ സംഖ്യ വേണം ക്രയവിക്രയം ചെയ്യാൻ. അടുത്ത വാക്ക് വായിച്ചാട്ട് മോളെ. അതിന്റെ സംഖ്യ 666. ഇതാ കിടക്കുന്നു. ഇതാ 666. ഇതാ വരുന്നു. 666. ഇസ്രയേൽ മാത്രം പറഞ്ഞുകൊണ്ട് ഇന്ന് രാത്രി, ബാക്കി നാളെ. 666. അതിൻ്റെ അർത്ഥം ഒരു നാഴിക നേരം 3 പേരും ഭരിക്കും. ഇവരുടെ 3 പേരെ നമ്പരാ. 1 സാത്താൻ, 2 എതിർക്കൽസു, 3 കള്ളപ്രവാചകൻ. 3 പേരെ നമ്പരാ 666. ഇനിയും 2 കാര്യം കൂടെ കേൾക്കണം, ബാക്കി നാളെ. ദാണ്ട് എൻ്റെ കയ്യിൽ ഇപ്പോൾ ഒരു കാർഡ് ഇരിപ്പുണ്ട്. ഇതിൻ്റെ നമ്പർ ഞാൻ ഉപയോഗിക്കുന്ന ഫോണിനും അറിയാം, അവർക്കും അറിയാം. ഇതിനെല്ലാം അതിൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഞാനൊരു കാര്യം ചെയ്യണം. എല്ലാം ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും OTP, മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. അപ്പം ഈ കാർഡിൻ്റെ 3 നമ്പർ അടിക്കുമ്പോഴാണ് OTP വരുന്നത്. ഇന്നത് നമ്പരെങ്കിൽ കർത്താവിൻ്റെ വരവിൽ കൈവിടപ്പെട്ടു പോയാൽ സകല ട്രാൻസാക്ഷനും അടിക്കണം. 666. അമ്മാമേ ആയോ? പണ്ട് ഉപദേശിമാർ പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ദുഃഖമായിരുന്നു. വണ്ടിയുടെ പുക ടെസ്റ്റ് ചെയ്യാൻ പോയപ്പോൾ OTP. സന്തോഷമില്ലല്ലോ. കര ഉയരുന്നില്ലല്ലോ അമ്മമ്മ. ഇനി ഒന്ന് PHC ചെമ്പൂർ ഹെൽത്ത് കേന്ദ്രമുണ്ടോ, ആരോഗ്യ കേന്ദ്രമുണ്ടോ? കര ഉയരുന്നില്ലല്ലോ. കര ഉയരുന്നില്ലല്ലോ. OP ടിക്കറ്റ് എടുക്കാൻ കുഞ്ഞമ്മ മഞ്ചങ്കോട് 55.
പള്ളിയിൽ ചെന്നാൽ പറഞ്ഞാൽ മതി. സ്വോത്രം. OP ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന പെങ്കൊച്ചയ്ക്ക് ചേച്ചി മൊബൈൽ കൊണ്ടുവന്നിട്ടുണ്ടോ? സന്തോഷമില്ലല്ലോ, കര ഉയരുന്നില്ലല്ലോ. അയ്യോ, നിങ്ങൾ ചൊവ്വായിന്ന് വന്നേ, ചെമ്പൂർ പ്രാഥമിക ആരോഗ്യ കേന്ദ്രം കണ്ടിട്ടില്ല. 10 രൂപയുടെ ആശുപത്രി ഡോക്ടറെ കാണുന്ന OTP കരമുയരുന്നവർക്കായി. ഇതെല്ലാം ഒരുവൻ്റെ കയ്യിലേക്ക് കമ്പ്യൂട്ടർ പോകാൻ പോവുക. വണ്ടിയുടെ പുക ടെസ്റ്റ് ചെയ്യണം. നമ്മുടെ ചെറുപ്പക്കാരൻ ചെന്ന് അച്ചായൻ ചെന്ന് എൻ്റെ സ്കൂട്ടറിൻ്റെ ഒരു ഫോട്ടോ കോപ്പി എടുക്കണം അക്ഷയായി. പെങ്കൊച്ച് ആദ്യം ചോദിച്ചു മൊബൈലുമായിട്ട് വന്നിട്ടുണ്ടോ? അത് സ്വോത്രം. പൈസയല്ല ചോദിക്കുന്ന, മൊബൈൽ അടിക്കുമ്പോൾ കീ കൂക്കു 6688 അച്ചായൻ്റെ നമ്പർ താണ്ട് കൊണ്ടുപോയിക്കോളാം. സ്വോത്രം. എല്ലാം ഒരുവൻ്റെ കയ്യിലാണ്. ഒരു ഗവൺമെൻറ്, ഒരു മുദ്ര, ഒരു കമ്പ്യൂട്ടർ. ഇതാ ന്യൂ വേ വേൾഡ് ഓർഡർ. OTP മനസ്സിലാകുന്നവർക്കായി. നേരത്തെ ഇതിനകത്തെല്ലാം ഫുൾ OTP, നമ്മുടെ ഹെൽത്ത് പോലും OTPയിലായി. അങ്ങനെയെങ്കിൽ ബൈബിളിനകത്തുണ്ടോ? 2 ഭാഗങ്ങൾ ഇസ്രായേലുമായിട്ട് പറയും, ബാക്കി നാളെ സഞ്ചാർ സാത്തി ആപ്പ്. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി നാം എല്ലാവരും കൈവെക്കുമോ? അതാ ഞാൻ ഇന്നലെ പറഞ്ഞ്, ബിസ്ക്കറ്റിനും കൈ, ബിരിയാണിക്കും കൈ. മനസ്സിലാകുന്നല്ലോ, സൊമാറ്റോ മനസ്സിലാകുന്നവർക്കായി. അങ്ങനെയെങ്കിൽ നാം കൈവെക്കുമോ? 2009 ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലകേനി വിലയ്ക്ക് വാങ്ങിച്ചുകൊണ്ട് ആധാർ, നമ്പർ 1 ആധാർ, നമ്പർ 2 ATM കാർഡ്, നമ്പർ 3 ആനയുടെ വാൾ, നമ്പർ 4 പാസ്പോർട്ടിനകത്ത് മൈക്രോചിപ്പ്, നമ്പർ 6 നിങ്ങളുടെ കാറിന്റെ മേളിൽ ഫാസ്ടാഗ്. കോവിഡ് കഴിഞ്ഞപ്പം വേറൊന്ന് വന്ന് QR കോഡ്. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. ചെമ്പൂര് ബിനിച്ചേട്ടൻ്റെ ചായക്കടയുടെ മുമ്പ് ഇങ്ങനെ പടം വെച്ചിട്ടില്ലേ? സന്തോഷമില്ലല്ലോ. ഒരു ചായ, ഒരു പരിപ്പ് വട 10 20 രൂപ. സന്തോഷമില്ലല്ലോ. കീ കൂക്കു സ്വോത്രം. എല്ലായിടത്തും ആയില്ലേ തട്ടുകടയിൽ. ഇനി ഇത് കൈമേലും നെറ്റിമേലും. അതോടുകൂടി കാന്തൻ്റെ വരവ്. മനസ്സിലാകുന്നവർക്കായി. നാളെ അതിലേക്ക് ഇപ്പോൾ ഒരു 3 സയൻസ് ഇസ്രായേലിനെ പറ്റി പറയും. ഈ രാത്രി അവസാനിക്കും. മനുഷ്യൻ്റെ കൈ മുദ്രയിടൂ. ഈ കാര്യം നിങ്ങൾ കേൾക്കണം. വായിക്കാം. ഇയ്യോബിന്റെ പുസ്തകം 37:7. വായിച്ചാട്ട് മോളെ. ഇയ്യോബ് 37:7. താൻ സൃഷ്ടിച്ച മനുഷ്യരൊക്കെയും അറിവാൻ തക്കവണ്ണം അവൻ സകല മനുഷ്യരുടെയും കൈ മുദ്രയിടുന്നു. കരമുയർത്തുന്നവർക്കായി. ആധാറിന് കൈമുദ്രയിട്ടു, ഗ്യാസിന് കൈമുദ്രയിട്ടു, ഫോണിന് കൈമുദ്രയിട്ടു. എല്ലാത്തിനും താൻ സൃഷ്ടിച്ച മനുഷ്യനൊക്കെ എവിടെയെന്നറിയുവാൻ സകല മനുഷ്യന്റെ കൈമുദ്രയിടുന്നു. ഇതിന്റെ പേര് ഹ്യൂമൻ ട്രാക്കിംഗ് സബ്ലമൽ ഇംപ്ലാന്റിംഗ് ടെക്നോളജി. ഇവിടെ 2 കാര്യം കേൾക്കണം. ഞാൻ ഇസ്രായേലിലേക്ക് പോകും, ബാക്കി നാളെ. അങ്ങനെയെങ്കിൽ എന്താ അതിന്റെ പ്രത്യേകത എന്നറിയാമോ? ആരാ ഇയ്യോബ്? മനസാക്ഷി യുഗത്തിൽ ഭക്തനായ ഒരുവൻ ഉണ്ടായിരുന്നു, ഇയ്യോബ്. ആരാ? അവന് സഭയുടെ പ്രസംഗിയനായിരുന്നോ? അല്ലെ സഭയുടെ പ്രസിഡന്റ് ആയിരുന്നോ? ഒന്നുമല്ല. അവൻ ദൈവസന്നിധി നിലവിളിക്കുന്നവനാ. ഇന്ന് രാത്രി അമ്മച്ചിമാരെല്ലാം കേട്ടാട്ടെ, പ്രായപ്പെട്ട അമ്മച്ചിമാരെല്ലാം കേട്ടാട്ടെ, ചെറുപ്പക്കാരെല്ലാം കേട്ടാട്ടെ. ഇയ്യോബ് സഭയുടെ പ്രസിഡന്റോ കാര്യമൊന്നും അല്ലായിരുന്നു. അവനാരായിരുന്നു? പ്രാർത്ഥിക്കുന്നവനാ. സാത്താൻ അവനെ സന്ദർശിച്ചു. ആടുമാടുകൾ പോയി, 10 മക്കൾ പോയി. സ്തോത്രം. എന്താ പറഞ്ഞതെന്നറിയാമോ? സാത്താൻ ഒരു വിസിറ്റിൽ സ്വർഗത്തിലോട്ട് കയറി. സ്വർഗം ചോദിച്ചത് വെള്ളറയുടെ കോളേജ് വന്നോന്നല്ല, മാർത്താണ്ഡത്ത് പാലം പണിഞ്ഞോന്നല്ല, അദാനി വിഴിഞ്ഞ ടെർമിനൽ ഏറ്റെടുത്തോന്നല്ല, തിരുവനന്തപുരം എയർപോർട്ട് അദാനി കൊണ്ടുപോയ മോഡി സാർ വന്നോന്നല്ല. എന്റെ ഭക്തനായ ഇയ്യോബിന്റെ മേൽ നീ കൈവച്ചുവോ, കണ്ണുവച്ചുവോ? ഇന്ന് രാത്രി അമ്മച്ചിമാരെ, പ്രസംഗിക്കുന്നവനെ ലോകം മുഴുവൻ അറിയും, സ്റ്റേജിൽ പാടുന്നവരെ ലോകം മുഴുവൻ അറിയും, സഭാ നേതാക്കളെ ലോകം മുഴുവൻ അറിയും. എന്നാൽ സഹോദര സഹോദരി, അപ്പച്ചാമ്മച്ചി, രാത്രിയുടെ യാമത്തിൽ പായ്ക്കകത്ത് കരയുന്നവനെ അറിയുന്നവനാ സ്വർഗത്തിലെ ദൈവം. കരം തട്ടി ദൈവത്തെ ആരാധിച്ചാട്ടെ. അതുകൊണ്ട് വിശുദ്ധ ബൈബിൾ മടുത്തുപോകാതെ പ്രാർത്ഥിക്കാം. സ്തോത്രം. ഞാൻ പച്ചയ്ക്ക് പറയാം, ഇവിടെ പേരുള്ള പല അച്ചായന്മാരും അവിടെ കാണത്തില്ല. സ്തോത്രം. എന്നാൽ രാത്രി ഇവിടെ കരമടിച്ച് കണ്ണീരോടെ തമ്പേറിനകത്ത് പൊട്ട പായ്ക്കകത്തിട്ട് കൊട്ടി ആരാധിക്കുന്ന അപ്പച്ചാമ്മച്ചി നീ അക്കരെ നാട്ടിൽ കാണും. സ്തോത്രം. ഇയ്യോബ് അവസാനം എന്താ പറ്റിയത്? സ്തോത്രം. ഇന്നത്തെ സഹോദരിമാരും ഇതുപോലെ ഇയ്യോബിൻ്റെ ഭാര്യയെ പോലെ. മനസ്സിലാകുന്നവർക്കായി. സന്തോഷമില്ലല്ലോ. ഇയ്യോബിൻ്റെ ആദ്യം ശരീരം മുഴുവൻ പരിക്കൽ ബാധിച്ചു, ഓട്ട് കഷ്ണം വന്നു, ഭാര്യ ആമ്പിളിപ്പേറും വിട്ട് കാശാക്കി. സന്തോഷമില്ലല്ലോ. ട്രാക്ടറെല്ലാം പുളിയേരി വെള്ളം അനത്തി. മനസ്സിലാകുന്നവർക്കായി. കൂട്ടുകാർക്കെല്ലാം വീട്ടിൽ നല്ല ചിക്കൻ പൊരിച്ചത്. ഇയ്യോബ് കളിയിൽ കട്ടൻ ചായ റസ്ക്. മനസ്സിലാകുന്നവർക്കായി. ഭാര്യ മക്കളും ചെന്ന് ഭാര്യ സഹ പാസ്റ്റേഷൻ പറഞ്ഞ് നിർത്തിക്കൂടെ. ഇയ്യോബ് പറഞ്ഞെന്താ? അവൻ എന്നെ കൊന്നാലും അന്ത്യം വരെ ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. അടുത്തത് പറഞ്ഞതാ, എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. അച്ചായ ഭാരപ്പെടണ്ട. ഇത് ഇയ്യോബിൻ്റെ വീട്ടിൽ തുടങ്ങിയതാ. സന്തോഷമില്ലല്ലോ. അതുകൊണ്ട് കയ്യിൽ 4 കാശ് വെച്ചേക്കണേ. ഭാര്യ മക്കളൊന്നും അവസാനം നോക്കിയല്ല. സ്തോത്രം. സന്തോഷമില്ലല്ലോ. സ്തോത്രം. കഴിഞ്ഞ ദിവസം വീട്ടിൽ എൻ്റെ മക്കൾ പറഞ്ഞോലെ
പപ്പയ്ക്ക് ഇപ്പം നല്ല ശാരീരിക സുഖമൊന്നുമില്ല, കയ്യിൽ കാശ് വെച്ചേക്കണേ നോക്കാനായിട്ട് സന്തോഷമില്ലെന്ന് ദിവസം മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. ഇതാ ലോകം, ഇത് താൻ ലോകം, ഏ മന്നിത്തന്നെ നീ എങ്ക പോകരുത്, മനസ്സിലാക്കുന്നവർക്ക് സ്വോത്രം. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി മനസ്സിലാക്കിക്കോ. അങ്ങനെയെങ്കിൽ മരണാനന്തര ജീവിതമുണ്ടോ? അത് പറഞ്ഞില്ലേ പിന്നെ സന്തോഷമല്ലോ. എന്താ അതിൻ്റെ പ്രത്യേകത? മരണാനന്തര ജീവിതം പറഞ്ഞുതരാം. അങ്ങനെ ഉണ്ടോ? എന്നെ വീണ്ടെടുക്കുന്നവൻ ഒരുവൻ പൊടിമേൽ നിൽക്കും. എല്ലാവരും കേട്ടാട്ടെ. ലാസറിന്റെ ഭവനം ബെഥാനിയിൽ, അവിടെ മാർത്തയും മറിയയും ഉണ്ടായിരുന്നു, കൂടെ ലാസറും ഉണ്ടായിരുന്നു. മാർത്ത ചേച്ചി കാപ്പി ഇടും, മറിയ ചേച്ചി ബൈബിൾ എഴുതും, ലാസർ പോസ്റ്റ് ഒട്ടിക്കും. മനസ്സിലാക്കുന്നവർക്കായി ഇതായിരുന്നു ബെഥാനിയിലെ ഭവനം. കേൾക്കുന്നവർക്കായി യേശു വന്നു. ആത്മീയം എന്ന ബൈബിൾ കോളേജിലെ പോലെ ഇതെല്ലാം നടത്തി. എന്നിട്ട് എന്താ സംഭവിച്ചതെന്നറിയാമോ? എന്താ? ലാസർ ആദ്യം ഹാർട്ട് അറ്റാക്ക് വന്നു. അതിനുശേഷം യേശു ബൈബിൾ കോളേജെല്ലാം പൂട്ടിപ്പോയി. രണ്ടാമത് അവൻ്റെ കിഡ്നിയും ഫെയിലൂറായി, ഡയാലിസിസ്. മൂന്നാമത് അവൻ്റെ ക്യാൻസറും ഒക്കെ ആയി. അപ്പോൾ ലാസറിന് മയക്ക് കൊടുത്തിരിക്കുക. ലാസർ ഇടയ്ക്ക് നോക്കി യേശു വന്നോ. അപ്പോൾ സഹോദരിമാർ പറയും, മോനെ വാട്സപ്പ് അയച്ചിട്ടുണ്ട്, വരും. ഇടയ്ക്ക് തുള്ളി വെള്ളം കൊടുക്കും. ലാസർ മരിച്ചു. സ്വോത്രം. അവനെ യഹൂദൻ്റെ ആചാരപ്രകാരം കല്ലറയിൽ കൊണ്ടുപോയി അടക്കി. ഇവിടെയും കൂടെ പെന്തിക്കോസുകാർ കേൾക്കണം. 1-ാം ദിവസം യേശുവിന് വോയിസ് ക്ലിപ്പ് കൊടുത്തു, വന്നില്ല. 2 മൊബൈൽ കാൾ കൊടുത്തു, വന്നില്ല. 3-ാം ദിവസം കൊടുത്തു, വന്നില്ല. 4-ാം ദിവസം യേശു വന്നത്. ഇത് 2 കാര്യമാണ്. ഇതെല്ലാവരും മനസ്സിലാക്കണം. ഒരു മനുഷ്യ ശരീരത്തെ സംബന്ധിച്ച് മെഡിക്കൽ സയൻസ് 4. 1 പ്രാണന വിട്ടാൽ 1-ാം ദിവസം ശരീരം ചീർക്കാൻ തുടങ്ങും. 2-ാം ദിവസം എലുമ്പെല്ലാം പെരിയ പൊട്ടി തുടങ്ങും. 3-ാം ദിവസം രക്തം മുഴുവൻ കട്ടയായി തുടങ്ങും. 4 നാറ്റം വെക്കും. ഇതാ മെഡിക്കൽ സയൻസ്. അതുകൊണ്ട് നാറ്റം വെച്ച ലാസർ. പിന്നെ യഹൂദന്റെ ആചാരം ഇവിടെ എല്ലാവരും കേൾക്കണം. സമയം ഞാൻ എടുത്തുകൊണ്ട് ഇതുപോലെ അങ്ങ് കൺവെൻഷൻ സമയം കിട്ടത്തില്ല, കുഞ്ഞുങ്ങൾക്കറിയാം. എന്താ? മരിച്ച കല്ലറയുടെ അടുത്ത് ആരാന്നറിയാമോ? പിന്നെ ആത്മാവ് 3 ദിവസം നിൽക്കുമെന്നാണ് യഹൂദൻ പറയുന്നത്. മനസ്സിലാക്കുന്നവർക്കായി സന്തോഷമില്ലല്ലോ. അതുകൊണ്ടാണ് യേശു വന്നത്. ഇപ്പോഴോ അപ്പച്ചൻ മരിച്ച കല്ലറയുടെ അടുത്ത് 2 കൊല്ലമായിട്ട് മക്കൾ പോകുന്നില്ല. മനസ്സിലാക്കുന്നവർക്കായി അപ്പച്ചൻ അവിടെ നിൽക്കുമെന്ന്. ഇന്ന് രാത്രി ബാക്കിയൂടെ കേട്ടാട്ട്, ഇന്ന് രാത്രി ഞാൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. രാത്രി ഞാൻ കുഴഞ്ഞു വീണു. നമ്മുടെ കർത്തൃവേലക്കാർ ദേവനേശൻ പാഷയും കുട്ടൻ പാഷ ഉടനെ വെള്ളറിനെ കൊണ്ട് അവർ പറഞ്ഞ ആൾ പോയി. ഉടനെ ആനപ്പാറ ആശുപത്രിയിലോട്ട് കൊണ്ടുവച്ചു. ഫ്രീസർ വെച്ചപ്പോൾ ദേവനേശൻ പാഷ പറഞ്ഞു, നിന്നപ്പോഴും AC കിട്ടി, ഇച്ചിരി AC അടിച്ചേക്കാം. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. ഉടനെ പത്രവാർത്ത നാള് സുവിശേഷകൻ സജു ചാത്തൻ്റെ പ്രസംഗമധ്യേ വീണ് കുഴഞ്ഞു മരിച്ചുപോയി. അപ്പോഴും ആനപ്പാറ മോർച്ചറിയിരിക്കുക എൻ്റെ ഡെഡ് ബോഡി. അപ്പൊ പോയവന്റെ പേരാ സജു ചാത്തന്. അതാ ബൈബിൾ. ബുദ്ധിമാന്റെ യാത്ര മേൽപോട്ടാകുന്നു, അവന്റെ കീഴ പാതാളം അവനെ വിട്ടൊഴിഞ്ഞു. ബൈബിൾ കേക്ക് മക്കളെ. അതുകൊണ്ടാണ് യേശു പറഞ്ഞ ഉയരത്തിലുള്ളത് നിങ്ങൾ അന്വേഷിപ്പീൻ. സ്വോത്രം. അയ്യോ, ഇന്ന് കല്ലറയുടെ കാര്യം 2 മിനിറ്റ് ഇസ്രായേലോട് പറഞ്ഞ് നിർത്താം, സമയം പോകുന്നത്. എന്താ കാര്യം എന്നറിയാമോ? ചില വീട്ടിൽ കല്യാണത്തിന് കുഞ്ഞ് പ്രാർത്ഥിച്ചിറങ്ങും. പപ്പ മരിച്ചു കാണും. ജൂലിമോടെ കല്യാണത്തിന് പ്രാർത്ഥിച്ചിറങ്ങുമ്പോൾ പാസ്റ്റുമായിട്ട് ഇറങ്ങുമ്പോൾ ഒരു കാക്ക ആ കൊമ്പയിരുന്ന് കൂന്ന് പറയും. അമ്മച്ചി ഉടനെ പറയും, പപ്പായ്ക്ക് ജൂലിമോടെ കല്യാണം കാണാൻ വലിയ താല്പര്യമായിരുന്നു, കാക്കയുടെ രൂപത്തിൽ വന്ന് ഹല്ലേലൂയ പറയുമോ? സ്വന്തോഷമില്ലല്ലോ. സ്വോത്രം. അടുത്തത് 2 ഈ പെന്തിക്കോസുകാർ കേൾക്കട്ടെ. പെന്തിക്കോസുകാർ CSIക്കാരൊന്നും പറയത്തില്ല. സ്വോത്രം. 2 പിന്നെ പെങ്കൊച്ചും ഇങ്ങനെ പ്രാർത്ഥിച്ചിറങ്ങി മമ്മി അവളെ കൊണ്ടുവരാൻ പോകുമ്പോൾ അപ്പുറത്ത് പ്രാവ് ഒരു പാട്ട് പാടും. ഉടനെ പറയോ, എൻ്റെ വല്യമ്മച്ചിക്ക് മോടെ കല്യാണം കാണാൻ വലിയ താല്പര്യമായിരുന്നു, ഇപ്പോൾ ദാ പ്രാവിൻ്റെ രൂപത്തിൽ വന്ന് പാട്ട് പാടുമെന്ന്. സ്വോത്രം. പ്രാവും വരത്തില്ല, മൈനയും വരത്തില്ല. ബാക്കി കൂടെ പറയാം. ഇന്ന് ഞങ്ങളുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായി. ഇതെല്ലാം കേൾക്കണം. അനാചാരങ്ങൾ. ഞങ്ങളുടെ നാട്ടിലൊരു സംഭവം ഉണ്ടായി. ഒരു പെങ്കൊച്ചിൻ്റെ കല്യാണം. നല്ലൊരു സഭയാണ്. അവർ പെന്തക്കോസ്തല്ല, നല്ല ദൈവവിശ്വാസികൾ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നവരുമോ. അച്ഛനുണ്ടായിരുന്നു, ഞാനുണ്ടായിരുന്നു, TPMലെ മൂപ്പനുണ്ടായിരുന്നു. അച്ഛൻ പാട്ട് പാടി, ഞാൻ പ്രാർത്ഥിച്ചു. നല്ല വൈദികർ. TPMൽ അപ്പച്ചൻ ആശീർവാദം പറഞ്ഞപ്പോൾ 2 ചായ ഞങ്ങൾക്ക് തന്നു. അച്ഛൻ എന്നോട് പറഞ്ഞു, എന്നോട് ഈ പട്ടക്കാർക്കെല്ലാം നല്ല സ്നേഹം, അതുകൊണ്ട് അച്ഛൻ എന്നോട് പറഞ്ഞു എനിക്ക് പാനുണ്ട്. ഞാൻ പറഞ്ഞ അച്ഛൻ ഞാൻ ഒരു ചായ കുടിച്ചിട്ട് ഇറങ്ങത്തോളുന്നത്. അപ്പോൾ ഈ വെറ്റിലെ കൊടുത്തിട്ട് ദേവനേശൻ ഭാഷ കേൾക്കണം. വെറ്റിലയിൽ ഈ കൊടുത്തിട്ട് അനുഗ്രഹിക്കും കേട്ടോ. ഈ കുഞ്ഞ് ഈ ദക്ഷിണ കൊടുക്കുമ്പോൾ പ്രായം ചെന്നവർ അനുഗ്രഹിക്കും. അനുഗ്രഹിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കുഞ്ഞ് ഒരു വല്യമ്മച്ചിയുടെ ഭാഷയെ സംസാരിക്കുന്നത് 80 വയസ്സുള്ള. ഉടനെ അമ്മച്ചി അവിടെ നിന്നോട്ട് പറയും, യോ വല്യമ്മച്ചിക്ക് കുഞ്ഞോടെ കല്യാണം കാണാൻ നല്ല ആഗ്രഹമായിരുന്നു, ദാ ഇപ്പോൾ അവിടെ ദേഹത്ത് കയറിയെന്ന്. മനസ്സിലാകുന്നവർക്കായി 20 വർഷമായി ചത്ത വല്യമ്മച്ചി എങ്ങനെ ദേഹത്ത് കയറും? സ്വോത്രം. എനിക്കാന്ന് ഇത്രയും സയൻസ് പ്രസംഗിച്ചിട്ട് ഞാനും ഞെട്ടിപ്പോയി. TPMൽ അപ്പച്ചൻ പറഞ്ഞ് LDF വരും, എല്ലാം ശരിയാക്കും, ഇപ്പം ശരിയാക്കി തരാമെന്ന്. മനസ്സിലാകുന്നവർക്കായി ആ അപ്പച്ചൻ കൈവച്ച് പെങ്കൊച്ചിൻ്റെ തല യേശുവിൻ്റെ നാമത്തിൽ ഇവിടെ മേൽ വ്യാപരിക്കുന്ന ദുരാത്മശക്തി വിട്ടുപോകട്ടെ. സ്വോത്രം.
ദാ കിടക്കുന്ന അപ്പച്ചൻ പറഞ്ഞു ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തേക്കാൻ സ്വോത്രം. അപ്പോൾ അവിടെ നിന്നോര് ചോദിച്ച് വല്യമ്മച്ചിയല്ലെന്ന്. അപ്പോൾ അപ്പച്ചൻ പറഞ്ഞു വല്യമ്മച്ചിയല്ലല്ലോ, വല്യമ്മച്ചിയുടെ കൂടെ നടന്ന പിശാചാ കയറിയെന്ന്. മനസ്സിലാകുന്നവർക്ക് സ്വോത്രം. അതുകൊണ്ട് ചത്ത അമ്മച്ചി പ്രാവിൻ്റെ മേലെ കാക്കയായിട്ടും വരത്തില്ല, അതുകൊണ്ട് കിളിയായിട്ടും വരത്തില്ല. മനസ്സിലാകുന്നവർക്കായി. അതുകൊണ്ട് കല്ലറയുടെ കൂടെ ആരും എതിലെ കൂടെ പോവും. അങ്ങനെയെങ്കിൽ യേശു മരണാനന്തര ജീവിതം കേട്ടോ. ലാസറിന്റെ വീട്ടിൽ വന്ന് 4-ാം ദിവസം ബൈബിൾ യോഹന്നാൻ 11:41 കുഞ്ഞു വായിക്കണ്ട. യേശു പറഞ്ഞു മാർത്തയോടും മറിയോടും, വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണാം. ഇതാ മരണാനന്തര ജീവിതം. ഇത് കേട്ടോണോ. യേശു ലാസറുടെ കല്ലറയിൽ പോയി, ലാസറേ ലാസറേ പുറത്തു വരിക. മനസ്സിലാകുന്നവർക്കായി. ലാസർ പുറത്തു വന്നു. ശീലകളുണ്ടായിരുന്നു. 108 ആംബുലൻസ് വെള്ളറുടെ ആശുപത്രി കൊണ്ടുപോകാൻ പറഞ്ഞില്ല. മനസ്സിലാകുന്നവർക്കായി സ്വോത്രം. യോഹന്നാൻ 12:2 ലാസർ അവിടെ യേശുവിൻ്റെ കൂടെ പന്തിയിലിരുന്നു. കരമുയർത്തുന്നവർക്കായി. മരിച്ചവർ അക്ഷയരായി ഉയർക്ക്. ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. ഇതാ ഇന്ന് രാത്രി. ലാസറിന് ക്യാൻസർ ഉണ്ടായിരുന്നു അമ്മാമ്മ. ലാസറിന്റെ മുടി പോയതാ, ഹാർട്ട് അറ്റാക്ക് കഴിഞ്ഞതാ. അവനെ 108 ആംബുലൻസിൽ കൊണ്ടുപോയില്ല. കോരിന്ത്യ ലേഖനം ബൈബിൾ ദ്രവത്വം അദ്രവത്വത്തെ അവകാശമാക്കയില്ല. ബലഹീനതയിൽ വിതയ്ക്കും, ശക്തിയിൽ ഉയർക്ക്, അപമാനത്തിൽ വിതയ്ക്കും, തേജസ്സിൽ ഉയർക്ക്. പ്രാകൃത ശരീരം മാറും, ആത്മീയ ശരീരമായി നാം രൂപാന്തരപ്പെടും. കരം ഉയർത്തുന്നവർക്ക് നമ്മൾ വെളിപ്പെടാനുള്ള തേജസ് ഓർക്കുമ്പോൾ ഈ ലോകത്തിലെ കട്ടം സാരമില്ല. മരണാനന്തര ജീവിതം. അങ്ങനെയെങ്കിൽ 2 കാര്യം. മൈക്രോ ചിപ്പ് ബാക്കി നാളെ നമുക്ക് ചിന്തിക്കാവുന്നതായിരിക്കും. യഹൂദൻ ഒരു കാരണവശാലും മൈക്രോ ചിപ്പ് വെക്കത്തില്ല. എന്താ? വായിച്ചു തരാം. പുറപ്പാട് 13:9 ഇസ്രായേൽ ആരെ തലയറക്കുമെന്ന് വായിക്കാം. പുറപ്പാട് 13:9 യഹോവയുടെ ന്യായപ്രമാണം നിന്റെ വായിൽ ഉണ്ടായിരിക്കേണ്ടതിന് ഇത് നിനക്ക് നിന്റെ കൈമേൽ അടയാളമായും നെറ്റിയിൽ നിന്റെ കണ്ണുകളുടെ നടുവിൽ ജ്ഞാപക ലക്ഷ്യമായും ഇരിക്കണം. മതി. അതാ യേശു പറഞ്ഞു. ഇവിടം കൊണ്ട് 2 കാര്യം പറയുമ്പോൾ നിർത്താം. ഞാൻ പിതാവിന്റെ നാമത്തിൽ വന്നു, നിങ്ങൾ എന്നെ കൈക്കൊണ്ടില്ല. ഒരുവൻ സ്വന്തം നാമത്തിൽ വരും. ഇത് കേട്ടോണം നിങ്ങൾ. ഇനി നാളെ ഇത് പറയത്തില്ല. യഹൂദന്റെ കയ്യിലാ വചനം ചുറ്റിയേക്കുന്നത്. യൂദ്ഹേ വൗഹേ 2 അവന്റെ തലയിലാ ചുറ്റ്. യെരുശലേമിന്റെ ദൈവാലയത്തിനകത്ത് വിലാപം. അതിൽ യഹൂദൻ ചെന്ന് തലയിടിക്കുമ്പോൾ അവന്റെ തലയിൽ ഒരു ചുറ്റുണ്ട്. അതിനകത്ത് വചനമുണ്ട്, യഹൂദന്റെ വചനം, തോറയും തൽമൂദും. ആന്റി ക്രൈസ്റ്റ് വരുമ്പോൾ അവൻ ഈ ചിപ്പ് കൈമേലും തലമേലും വെക്കാൻ നോക്ക്. യഹൂദൻ അനുസരിക്കത്തില്ല. നമ്പർ 1. എന്തുകൊണ്ട് യഹൂദൻ ചിപ്പ് വെക്കത്തില്ല? ലേവ്യ പുസ്തകം 13:28 വായിച്ചാട്ട് മോളെ. അടുത്തതൂടെ യഹൂദൻ വായിക്കാം. എന്നാൽ പുള്ളി ത്വക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ തന്നെ നിൽക്കുകയും നിറം മങ്ങിയിരിക്കുകയും ചെയ്താൽ അത് തീപ്പൊള്ളന്റെ തിണർപ്പാകുന്നു. അതുകൊണ്ട് പുരോഹിതൻ അവനെ ശുദ്ധിയുള്ളവൻ എന്ന് വിധിക്കണം. കിടക്കുന്നു. അങ്ങനെയെങ്കിൽ ഒരു കാരണവശാലും യഹൂദൻ മൈക്രോ ചിപ്പ് വെക്കത്തില്ല. ബാക്കിയൂടെ പറഞ്ഞുതരാം. ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി കോവിഡ് കാലം വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു. പ്രായമുള്ളവർക്ക് ഒരു ചിപ്പ് കൊടുക്കാം. ഹൈഷാൻ വെക്കാമോ? അവർ പറഞ്ഞു പറ്റത്തില്ല. കുഞ്ഞുങ്ങൾക്ക് ചിപ്പ് കൊടുക്കാം. ആ കുഞ്ഞു ചിപ്പിന്റെ പേരാ ഷാബ്. അന്ന് അദ്ദേഹത്തിന്റെ ഭരണം വരെ പോയി. അന്നേരം വേറൊരു ഭരണാധികാരിയ യായിർ ലാത്തിഫ് വരികയും ചെയ്തു. മോശയുടെ കൊച്ചുമക്കൾ ഇന്നും വാക്സിൻ എടുക്കാത്തവർ, ചിപ്പ് വെക്കാത്തവരുണ്ട്. യഹൂദൻ ഒരു കാലത്തും മൈക്രോ ചിപ്പ് വെക്കത്തില്ല. പുള്ളി ത്വക്കിന്മേൽ പരക്കാതെ കണ്ട നിലയിൽ നിൽക്കുകയും നിറം മങ്ങുകയും ചെയ്താൽ അന്ന് മൈക്രോ ചിപ്പ് വെക്കാത്ത യഹൂദന്റെ കഴുത്തെതിർ ക്രിസ്തുവിന്റെ പട്ടാളക്കാർ അറക്കും. മനസ്സിലാകുന്നവർക്കായി ഇന്ന് രാത്രി അവരുടെ രക്തം താഴെ വീഴും. അങ്ങനെയെങ്കിൽ ഇന്ന് രാത്രി കൃപ പ്രാപിച്ച ദൈവമക്കൾ, അതാ യോഹന്നാനോട് പറഞ്ഞത്, ഞാൻ ന്യായാസനങ്ങളെ തുറന്നു. ഓരോരുത്തർക്കും അവരുടെ ന്യായവിധിക്ക് തക്കവേണ്ട പ്രതിഫലമുണ്ട്. മൃഗത്തോടും അതിന്റെ പ്രതിമയോടും അതിന്റെ സംഖ്യയോടും യേശുവിന്റെ വചനവും സാക്ഷ്യവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരുടെ ആത്മാക്കൾ അവര് മൈക്രോ ചിപ്പ് വെക്കത്തില്ല. യഹൂദൻ റോബോട്ടിനെ വണങ്ങത്തില്ല. ബാക്കി നാളെ അന്ന് അവരുടെ തലയറുത്ത രക്തം താഴെ വീഴും. ആ രക്തം അവിടെ വീഴുന്നതിന് മുമ്പ് മഞ്ചങ്കോട് ഒരു സംഭവം നടക്കും. യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച ദൈവമക്കളെ ചേർക്കുവാൻ കരമുയർത്തുന്നവർക്കായി എൻ്റെ കാന്തൻ മധ്യാകാശത്തിൽ വരും. ഇസ്രായേലി, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. ഇന്ന് രാത്രി വചനം ഏറ്റെടുക്കുന്നവർക്കായി ഒരു രാത്രി കൂടി ദൈവത്തിന്റെ ദാസനാകുന്ന ഞാൻ പറയുന്നു, എല്ലാറ്റിൻ്റെയും അവസാനം വന്നിരിക്കുന്നു.
ആകയാൽ പ്രാർത്ഥനയ്ക്ക് സുബോധമുള്ളവരും നിർമ്മതരുമായിരിപ്പേ. അവസാന ഭാഗത്തിലേക്ക് വരുന്നു. അങ്ങനെയെങ്കിൽ 2 ചിപ്പ് ഒരു മനുഷ്യന്റെ ശരീരത്ത് വെക്കാൻ ദൈവം അനുവദിക്കുമോ? നാളെ ബാക്കി 1 ATM, 2 ആനയുടെ വാൽ, 3 പാസ്പോർട്ട്, അത് കഴിഞ്ഞ് QR കോഡ്, അത് കഴിഞ്ഞതിന് ശേഷം ഇനി വരാൻ പോകുന്നത് കൈമേലും നെറ്റിമേലും മുദ്ര. നാളെ രാത്രി അതിൻ്റെ പേരാ സഞ്ചാർ സാത്തി ആപ്പ്. നാളെ അങ്ങനെയെങ്കിൽ ആ മുദ്ര നമ്മുടെ മേളിൽ വെക്കോ. അതിനർത്ഥം 2 മുദ്ര ഒരു മനുഷ്യന്റെ ശരീരത്ത് വെക്കാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. വായിക്കാം. എഫേസ്യ ലേഖനം 4:30. 2 കാര്യം പറയുമ്പോൾ ഈ രാത്രി അവസാനിക്കും. എഫേസ്യ ലേഖനം 4-ാം അധ്യായം 30-ാമത്തെ വാക്യം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. അപ്പൊ സാത്താന്റെ മുദ്രയേൽക്കുവാൻ നമുക്ക് കഴിയുമോ? ഇല്ല. നമ്മുടെ അകത്തൊരു മുദ്രയുണ്ട്. അപ്പച്ച അമ്മച്ചി, പെന്തക്കോസ് പെരുന്നാളിൽ ഉയരത്തിൽ നിന്ന് താഴേക്ക് ഇറങ്ങി വന്ന പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്ക. എന്റെ കാന്തൻ മടങ്ങി വരാറായി. കരങ്ങളെ തട്ടി കാലം ദൈവരാജ്യം സമീപിച്ചു. മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിലേക്ക് മടങ്ങി വാ. നാഥന്റെ വരവിന്റെ ചിലമ്പൊലികൾ മുഴങ്ങാൻ കാലമായി. ഇസ്രായേലേ, ഇത് നിന്നോട് ഞാൻ ചെയ്യാൻ പോകുന്നത് കൊണ്ട് നിന്റെ ദൈവത്തെ എതിരേൽപ്പാൻ ഒരുങ്ങിക്കൊള്ളുക. 2 കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇന്ന് രാത്രി കണ്ടോ, ഞാൻ ടൈറ്റാനിക്കിനെ പറ്റിയ ഒരു കാര്യം പറഞ്ഞത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു സംഭവം നടന്നു. എന്താ ടൈറ്റാനിക്കിൻ്റെ പ്രത്യേകത? കഴിഞ്ഞ ദിവസം 4 ധനവാന്മാർ, ഒരു അമേരിക്കക്കാരൻ, ഒരു കാനഡക്കാരൻ, ഒരു ദുബായ്ക്കാരൻ, ഒരു പാകിസ്ഥാൻകാരൻ, 4 ധനവാന്മാർ ടൈറ്റാനിക്കിൻ്റെ ഇരുമ്പ് തേടിപ്പോയി. ഓഷ്യൻ ടൈറ്റാനിക്. എല്ലാവരും കേട്ടാട്ടെ. അവരുടെ പേടകം, ടൈറ്റാനിക് കപ്പലിന്റെ 450 മീറ്റർ വെച്ച പേടകം തകർന്നു കഴിഞ്ഞു. ഒരുവൻ ധനവാനായി തീർന്നാലും അവന്റെ ഭവനത്തിന്റെ മഹത്വം വർദ്ധിച്ചാലും മരണത്തോടുകൂടെ കൊണ്ടുപോകുകയില്ല. ബാക്കി 2026 സഹോദരിമാരും കേൾക്കണം. ഒരമ്മ, 4 കുഞ്ഞുങ്ങൾ, 14 വയസ്സുള്ള മോൾ, 11 വയസ്സുള്ള മോൾ, 9 വയസ്സുള്ള മോൾ, 1.5 വയസ്സുള്ള ആൺകുഞ്ഞ്. ഭർത്താവിനെ തേടി പോവുക. രാത്രി കൊളംബിയൻ കാർഡ് ഒരു കൊച്ചു വിമാനം, 5 പേരുമായിട്ട് പോകുക. രാത്രി വിമാനം തകർന്നു. കേട്ടോ അമ്മ, தாயை தகர்ப்பறை இந்த நாள்கள் நல்செய்தி கூட்டங்களோட 2ാമത് ഇറവ് ഗഗനமாக കേട്ടിരിക്കുന്നത്. അതെന്താ സംഭവിച്ചതെന്നറിയാവോ? വിമാനം തകർന്നു, ക്യാപ്റ്റനും മരിച്ചു, അമ്മയും മരിച്ചു, കുഞ്ഞുങ്ങൾ 4 വനാന്തരത്തിൽ കിടക്കുക. അവിടെ നിൽക്കാൻ പറ്റുമോ? 14കാരി, 9കാരി, 11കാരി കൈപ്പിടിച്ചു. 1.5 വയസ്സുള്ള കുഞ്ഞ, നടക്കാൻ വയ്യ. അവനെ അവർ കയ്യിലെടുത്തു. എവിടെ പോയി? നടന്നു. 40 ദിവസം അവർ നടന്നു. എല്ലാവരും കേട്ടാട്ടെ. 40ാം ദിവസം അവർ വനാന്തരത്തിൻ്റെ എവിടെയോ പോകുമ്പോൾ പട്ടാളക്കാരെവിടെയോ റോന്തി ഉറ്റുന്നു. അവർ ഈ കുഞ്ഞുങ്ങളുടെ കാലടി ശബ്ദം കേട്ടു. 4 കുഞ്ഞുങ്ങളെ ഓടി വന്ന് പിടിച്ചു. അവരോട് കാര്യം ചോദിച്ചു. കുഞ്ഞുങ്ങളങ്ങ് ക്ഷീണമായി പോയി. മിലിറ്ററി ആശുപത്രി കൊണ്ടുപോയി. കേക്കമ്മ, ആര് ജീവിച്ചിരിക്കുന്ന? 14കാരി മോള്, 11കാരി മോള്, 9 വയസ്സുള്ള മോൾ, 1.5 വയസ്സുള്ള കുഞ്ഞ്, 4നും IV ട്രിപ്പ് കൊടുക്കുക. ഒരു പത്രലേഖ ഇതറിഞ്ഞ് ഓടി വന്നു BBC. അവരോട് പറഞ്ഞു ഒരു കുഞ്ഞിനോട് സംസാരിക്കണം. അവർ പറഞ്ഞു മിണ്ടരുത്, 40 ദിവസമായി കുഞ്ഞുങ്ങൾ ആ വനാന്തരത്തിൽ കിടന്ന് ക്ഷീണിച്ച് വന്നിരിക്കുക, സംസാരിക്കാൻ പറ്റത്തില്ല. ആ പത്രലേഖയോട് പറഞ്ഞു, അവരോട് പറഞ്ഞു 2 മിനിറ്റ് എനിക്കൊരു വാക്ക് തരണം. 14കാരിയുടെ ഒരു പട്ടാളക്കാരൻ അവിടെ കൊണ്ടു ചെന്നു. ഒരു കയ്യിൽ ട്രിപ്പ് കയറുന്ന മൂത്ത മോളോട് ഈ ലേഖിക ചോദിച്ചുകൊണ്ട്, ലാസ്റ്റ് 14 days ഹൂ ഈസ് റൂട്ടഡ് ആമസോൺ ഫോറസ്റ്റ്, 40 ദിവസം നിങ്ങളെ ആരാ കാത്തത്? വൈകിട്ട് പെരുമഴ, ഈവനിങ് ഹൈലി മോട്ടിവേറ്റഡ് ട്രെയിൻ ആൻഡ് സ്ട്രൈക്കിംഗ് സ്നേക്സ്, കടിക്കുന്ന പാമ്പ് വനാന്തരത്തിൽ 40 ദിവസം നിങ്ങളെ ആര് കാത്തു? ആ കുഞ്ഞ് ഒരു കൈ ട്രിപ്പ് കയറുമ്പോൾ, അമ്മാമ്മ ഇതാ സാക്ഷി, യേശു ജീവിക്കുന്നു. അവൾ പറഞ്ഞ്, മാം ഐ ഡോണ്ട് നോ, എനിക്കറിയത്തില്ല. ആ അൺസീൻ പവർ, ഉയരത്തിൽ നിന്നൊരു ശക്തി ഞങ്ങളെ 40 ദിവസം നടത്തി. ഇന്ന് രാത്രി 2026 കരയുന്ന കാക്കക്കുഞ്ഞുങ്ങൾ കഥത്തിന്റെ ആഹാരം. 4 ധനവാന്മാർ ടൈറ്റാനിക്കിന്റെ ഇരുമ്പ് തേടി പോയപ്പോൾ, അവർ കടലിനകത്ത് നീർന്നപ്പോൾ 4 കുഞ്ഞുങ്ങളെ 40 ദിവസം നടത്തുവാൻ സ്വർഗത്തിന്റെ കരമിറങ്ങി വന്നെങ്കിൽ 2026 എൻ്റെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും നടത്തുവാൻ ഈ ദൈവം വിശ്വസ്തൻ. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ഇന്ന് രാത്രി സഹോദര, കഴിഞ്ഞ രാത്രി ഞങ്ങൾ ഒരു കോസിൻ്റെ പ്രസംഗവും പറഞ്ഞില്ല. ദേവനേശൻ പാസ്റ്റർ വിട്ടിരിക്കുന്നു. കർത്തൃദാസന്മാർ, ഞങ്ങൾക്കൊന്നേ ഉള്ളൂ, നീ കർത്താവായി യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ഇന്ന് രാത്രി വീട്ടിനകത്തോ തെരുക്കോണിനകത്തോ എവിടെങ്കിലും ഇരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പുണ്യസ്ഥലങ്ങൾ തേടണ്ട, സ്വോത്രകാഴ്ചകൾ കൊടുക്കണ്ട, ഉരുളലുകൾ നടത്തണ്ട. 2ാം നാൾ നെഞ്ചത്ത് കൈവച്ച് യേശു എൻ്റെ ഏക രക്ഷകൻ,
യേശോപ്പച്ചൻ എൻ്റെ ഏക കർത്താവ്, അവൻ രാജാതിരാജാവായി മടങ്ങി വരുന്നു. ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയുമെങ്കിൽ താങ്കളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ ചേർക്ക്. ഇതാ ഞാൻ വാതിൽക്കൽ നിന്ന് മുട്ടുന്നു. എൻ്റെ ശബ്ദം കേട്ട് ആരെങ്കിലും വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവൻ എന്നോടും അത്താഴം കഴിക്കും. ആത്മാവ് സഭകളോട് പറയുന്ന ചെവിയുള്ളവൻ കേൾക്കട്ടെ. അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ, അഴുക്കാടുന്നവൻ അഴുക്കാടട്ടെ, വിശുദ്ധൻ മുട്ടുമടക്കട്ടെ, നീതിമാൻ കരയട്ടെ. സകലർക്കും പ്രതിഫലവുമായി കാന്തൻ മധ്യാകാശത്തിൽ വരും. ബാക്കി നാളെ, ഇന്ന് രാത്രി 4 കണ്ടന്റാ ഞാൻ പറഞ്ഞത്. ഒന്ന്, റോബോട്ടിന്റെ നിങ്ങളുടെ ലാപ്ടോപ്പുകളിൽ റോബോട്ട് വരാൻ കാലമായി. ആ റോബോട്ട് വരുന്നതിന് മുമ്പ് തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം. വഴിനീളം മുഴുവൻ കമ്പ്യൂട്ടറുകളും ഇന്റർനെറ്റും പൊട്ടിത്തെറിക്കുന്ന കാലം. ആ പൊട്ടിത്തെറി മുടങ്ങുന്നതിന് മുമ്പ് കാഹളനാദം. 3, എതിർക്രിസ്തു ഒരു മൈക്രോ ചിപ്പുമായിട്ട് വരും. അന്ന് ഈ മൈക്രോ ചിപ്പ് കൊല്ലാത്ത യഹൂദന്റെ തലയെല്ലാം മറത്തു വീഴും. അവിടെ രക്തസാക്ഷികൾ ഉണ്ടാവും. അപ്പൊ 2 ചിപ്പ് നമ്മുടെ ശരീരത്തിൽ വെക്കാൻ പറ്റത്തില്ല. ആന്റി ക്രൈസ്റ്റിന്റെ മൈക്രോ ചിപ്പ് വെക്കുന്നതിന് മുമ്പ് പരിശുദ്ധാത്മാവിന്റെ മുദ്രയുള്ളവരെ ചേർക്കുവാൻ എൻ്റെ കാന്തൻ മടങ്ങി വരും. നമ്മുടെ കർത്താവ് മടങ്ങി വരാറായി. ഇന്ന് രാത്രി സഹോദരങ്ങളെ, കൊട്ടാരമായാലും മരണം, കോട്ടയ്ക്കകത്തും മരണം, ധനവാനായാലും മരണം, ദരിദ്രനായാലും മരണം. പ്രസംഗിക്കുന്ന ഞങ്ങളും മരിക്കും, കപ്പക്കാലായി മരിക്കും, കപലയിൽ മരിക്കും, ക്യാൻസറിൽ മരിക്കും, ആക്സിഡന്റിൽ മരിക്കും. ഞങ്ങളുടെ പ്രത്യാശ ശരീരത്തിനെ മരണമുള്ളൂ, ആത്മാവിന് മരണമില്ല. ലാസറിന്റെ കല്ലറയുടെ മുൻപ് ഞങ്ങളെ വിളിച്ചുണർത്തിയവർ തൻ്റെ മക്കളെ ചേർക്കാൻ വരും.